السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പ്രിയ സുഹൃത്തും യുവ പണ്ഡിതനും സ്ഥലം ഖതീബുമായ ബഹുമാനപ്പെട്ട ഷെരീഫ് അർഷദി സവണൂർ ഉസ്താദ് അവറുകളെ, മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളി ആത്രാട് ഇതിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുള്ള, അൻസാറുൽ മസാക്കിൻ ആൻഡ് വിമൻസ് അസോസിയേഷൻ ഇതിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇർഫാൻ, അതേപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രത്യേകിച്ചിട്ടും ഉലമാക്കളെ, ഉമറാക്കളെ, സദസ്സിലുള്ള എൻ്റെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാ ഓരോരുത്തരുടെ സകലമാന ലാഹിറും ബാത്തിനുമായ രോഗങ്ങൾ റബ്ബ് തആല ശിഫയാക്കി തരുമാറാവട്ടെ. ഈ സംരംഭത്തിന് പല രീതിയിലും സഹായിച്ച സഹകരിച്ച ഓരോരുത്തരും അല്ലാഹു തആല തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് ഭാഷയിലും സർ? ബേരിയ, കന്നഡമോ മലയാളമോ? നക്കിനിക്കല. പിരിസത്തെ മുഅ്മിനീങ്ങളെ, മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളി ആത്രാടി അൻസാറുൽ മസാക്കിൻ അസോസിയേഷൻ ആത്രാടി ഇതിര ആഭിമുഖ്യത്തിൽ നടക്കടെ വാള് കാര്യക്രമവും പരിശുദ്ധ ഇസ്ലാമുടെ ആ കലയുടെ നിലനിപ്പാട്ടരെ പോലത്തെ ആ സംസ്കൃതിയുടെ പ്രചാര ಅದಕ್ಕೆ പ്രോത്സാഹ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ സുന്ദരമായ ദഫ് സ്പർദ്ധ കാര്യക്രമവും നടക്കടെ ഈ സന്ദർഭത്തിൽ മാഷാ അല്ലാഹ് നല്ലറായ സരിസുമാർ 1.80 അല്ലെങ്കിൽ 2 എക്കറത്തോള ജാഗയും സ്വത്തും ആസ്തിയും സമ്പത്തുമുള്ള അതെല്ലാം ആക്കി ഉപയോഗിച്ച് നല്ലൊരു ഇസ്ലാമിയുടെ അന്തരീക്ഷമുള്ള നല്ലൊരു റായ അല്ലാഹു തആല ഈ റായത്തേക്ക് ഈ പള്ളി മദ്രസത്തുകളുടെ കാരണകർത്താറായിട്ട് ഞങ്ങളുടെ മരിച്ചുപോയ 6 അടി മണ്ണിലുണ്ട് കിടന്നിട്ടുള്ള ആളുമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞങ്ങളെ ഖബറിടത്ത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ഹർഫിയുടെ ഹസനാത്ത് കൊണ്ട് അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. അതൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ ആളുമാർ, പദാധികാരിമാർ, അതൊക്കെ മെനട്ട് മെഹനത്ത് ബണ്ട ആളുമാർ, ഈ റായത്തിലുള്ള എല്ലാ വിവിധ സംഘസംസ്ഥയുടെ നേതാക്കന്മാർ, അല്ലാഹു തആല എല്ലാവർക്കും മരിക്കരോടത്തോളം ദീനിൻ്റെ ഖിദ്മത്തിലായിട്ടുള്ള ആഫിയത്തുള്ള ദീർഘ ആയുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘ ഒരു പ്രഭാഷണത്തെ സമയമല്ല ആയെങ്കും 1-2 വിഷയം മാത്രം ഞാൻ നിങ്ങളെ മുന്നിൽ ഉപയോഗിക്കട്ടെ. ഞങ്ങളെല്ലാവരും മുസ്ലിമിടെ അങ്ങോട്ട് ചെന്നോണ്ടുള്ളവർ ആർക്കെങ്കിലും ഡൗട്ടുണ്ടാ? ഞങ്ങൾ മുസ്ലിം ചെല്ലതിൽ അറിവില്ലല്ലേ? ചിലർലബ്ബ നിങ്ങൾ എൻ്റെ ഒട്ടിക്ക് വേണു ആളെ ചെല്ലുമ്പോഴത്തേക്കും ആരെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന മുസ്ലിം ചെല്ലതിൽ എല്ലാവർക്കും
കൺഫേം 100% ഒരു തെല്ലങ്കാലും അതിൽ ഡൗട്ടില്ല. നാണ് മുസ്ലിം ചെല്ലതിൽ എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. നാണ് മുസ്ലിം നേര് ചെല്ലൊരു മനസ്സ് കൈവച്ചിട്ട് ചെല്ലൊരു നേരായിട്ട് നങ്ങ മുസ്ലിമായിട്ടുള്ളമ്മ അല്ലേ. നങ്ങ മുസ്ലിം ചെല്ലത് ഗ്യാരണ്ടി ആയെങ്കും നങ്ങ ശരിക്കും ഒരു മുസ്ലിമായിട്ടുള്ളമ്മ. എൻ്റെ ഈ ഡൗട്ട് കേൾക്കൊണ്ട് കാരണം ഇണ്ട് പ്രതി ഒരാളുമാറും ഇരുമുഖ അല്ലെങ്കിൽ ജണ്ട് മുഖത്തെങ്ങാണ്ട് ചെല്ല എച്ചിനംസ ആൾമാർക്കും ഉണ്ട് ജണ്ട് മുഖം. ഒന്ന് നല്ല മുഖവും പിന്നൊന്ന് പിന്നൊന്ന് ബെടക്ക് മുഖവും. ആറ് നല്ലവണ അവന് ബെടക്കായിട്ടുള്ള, ആറ് ബെടക്കായിട്ടുള്ളാണ് അവന് നല്ലവണമായിട്ടുള്ള. ആറ് ചെല്ലത്തിൽ ബേജാറാവണ്ട. ഞാൻ നേരെ ചെല്ലുടെ വിസ എന്തെങ്കിലും തപ്പിന്തെങ്കിൽ മാപ്പാക്കിറു. തപ്പില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചെന്ന് 2 പേര് ചൊല്ലു. നാണ് നിങ്ങളെ കാണാൻ യാറെ നക്ക് വേണമായിട്ട് നാണ് വാല് ചെല്ലട്ടെ. നാണ് നല്ല ആകു വേണമായിട്ട്. അള്ളാഹു ഞങ്ങളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാದ್ರೆ ರಾಷ್ಟ್ರ ಪ್ರವಾದಿ, ರಾಷ್ಟ್ರ ಪ್ರಚಾರಕ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പളക്കച്ചെല്ലുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക وأبشروا بالجنة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഒരുഭാഗ ആളുമാറുള്ളർ അങ്ങ ചിലർ ഖാലു അങ്ങ ചിലർ റബ്ബുനല്ലാ ഞങ്ങളെ അല്ലാഹു ഞങ്ങളെ റബ്ബായിട്ടിക്കറ. ഈ ദച്ചിട്ടിക്കട പ്രതി ഒരു മനുഷ്യടലും നാണ് കേക്കട നിന്റെ റബ്ബ് ആറ് അല്ലാ. ഖബറിൽ പോയിട്ട് കിടന്നപ്പോ ഏതൊരു മനുഷ്യയുടെ മുട്ടവും ബഹുമാനപ്പെട്ട മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം കേക്കട ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. മർ റബ്ബുക, നിന്റെ റബ്ബ് ആറ്? അല്ലാഹു റബ്ബി. ഏതൊരു മുസൽമാനുടെയും ലാസ്റ്റ് കൊണ്ട് ശ്വാസമെല്ലാം നീണ്ടൽ പിന്നെ കൊണ്ട് കുളിപ്പാട്ടിട്ട് കഫനാക്കിയിട്ട് ലാസ്റ്റ് ഒരു മയ്യത്ത് നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിൽ ദഫനാക്കിയാൽ പിന്നെ മൂടുകല്ലും മീസാന് കല്ലും എല്ലാം ബേച്ചൽ പിന്നെ ലാസ്റ്റ് ഗതാറായത്ത് ഖതീബ് ഉസ്താദ, മുഅദ്ദിൻ ഉസ്താദ, സംബന്ധപ്പെട്ട ഉസ്താദുമാർ തെച്ചിട്ട് ആ മനുഷ്യയുടെ മുഖത്തെ ഭാഗത്തേക്ക് തെച്ചിട്ട് അവണ്ടുള്ള ഒരു പളക്ക ചിലർ മനുഷ്യ നിന്റെ മുട്ട ജണ്ട് മലക്കടങ്ങ ബണ്ടറ ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹൈലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമാ മിനസ്സലാം ഫഅജ്ലസകാവോ മനുഷ്യ നിന്റെ ഈ ഞങ്ങളെല്ലാവരും നിന്റെ വിട്ടുപോയൽ പിന്നെ നിക്കൊരു സലാം ചെന്ന് ഞങ്ങൾ വിട്ടുപോയൽ പിന്നെ നിന്റെ മുട്ട ജണ്ട് മലക്കടങ്ങ പണ്ടർ ഭീകര രൂപത്തിൽ ഇന്ന ജണ്ട് മലക്കടങ്ങ കറുത്ത ആൾ രൂപത്തിൽ ഇന്ന മലക്കടങ്ങ ഞങ്ങളെ കണ്ണുകളുടെ സ്ഫുരിക്കട തീജ്വാലയുണ്ടല്ലേ, തീയുടെ പർവ്വത പോലെ പാറയുടെ രൂപത്തിൽ ഇന്ന കണ്ണിങ്ങനെ വികൃതമായ വിറൂപിയായ കുറൂപ്പിയായ രൂപത്തിൽ ഏതൊരു മനുഷ്യവും പേടിക്കട രൂപത്തിൽ ജണ്ട് മലക്കടങ്ങ നിന്റെ മുട്ട ബർവർ നീ പേടിക്കണ്ട സമയത്ത് നിന്റെ വന്നതൈ പാട്ടറ് നിന്റെ ജണ്ടാളും കേക്കടറ് മർ റബ്ബുക, നിന്റെ റബ്ബാറ് ഉണ്ട് കേട്ടെങ്കിൽ അപ്പൊ നീ ചെല്ലണം അല്ലാഹു റബ്ബീ, നിന്റെ റബ്ബ് അല്ലാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഒരു ഭാഗ ആളുമാറുള്ളറ് അങ്ങ് ചെല്ലറ് ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചെല്ലറ്. നാണും നീണും ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചെല്ലടങ്ങ. ആ അല്ലാഹു ചെല്ല റബ്ബ് ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചെന്നെങ്ങും മയ്യാവില്ല. ഞങ്ങളെ റബ്ബ് അല്ലാഹു ചെന്നിട്ട് നമ്പിക്ക പേശങ്ങും മയ്യാവില്ല. 1000 ബട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്ങും മയ്യാവില്ല. സുമ്മസ്തഖാമൂ നിന്റെ റബ്ബ് അല്ലാഹു ചെല്ല ആ സിദ്ധാന്തത്തിൽ ആ തത്വ സിദ്ധാന്തത്തിൽ ഗട്ടി നിക്കടവണു. ആ തത്വ സിദ്ധാന്തത്തിൽ ഗട്ടി നിക്കടവണു. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ആ മനുഷ്യ മരിക്കുക പോകേണ്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തിൽ അങ്ങ് ഇളിഞ്ഞു ബണ്ടറ് അങ്ങ് ധൈര്യം കൊടുക്കണം. നീ പേടിക്കണ്ടല,
നീ സന്തോളത്തിൽ പോവണായ ജാഗ ഇന്ന് മുന്നുളിന്ന തെറു നിൻ്റെത്, നല്ല തെറു നിൻ്റെത്. നിന്റെ ഒട്ടിക്ക് ഞങ്ങൾ ഉള്ള നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നിന്റെ ഇന്നിന്ന തെരുള ഞങ്ങൾ നിന്റെ ഒട്ടിക്കുള്ള നീ പേടിക്കണ്ട. ചെന്നിട്ട് സന്തോളത്തെ ശുഭവാർത്ത തരിപ്പാട്ടെ പോലത്തെ മലായികത്രങ്ങ ബണ്ടർ ചെന്നിട്ട് അരമുട്ട ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചെല്ലദ്ര ഒട്ടിക്ക് ആ തത്വ സിദ്ധാന്തത്തിൽ ഗട്ടി നിക്കിടവുണുകായിട്ടിക്കട ശുഭവാർത്ത കിട്ടുക പോണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനാ വി കെ അബൂബക്കർ ഹാജി ഉസ്താദ് ആത്രാടി ഖാലിയായിട്ട് പ്രസിദ്ധനായ, വേറെയും ചെമ്മമഹല്ലത്തുള്ള ഖാലിയായിട്ട് എന്ത് പ്രസിദ്ധമായത് ഈ ആത്രാടി ചെല്ല സുന്ദരമായ റായത്തിൽ. ഏറായത്തിലും എവിടേക്കും നോട്ടീസിൽ പേരിട്ട സന്ദർഭത്തിൽ ആറും അഡ്രസ് ചെല്ലുന്ന സന്ദർഭത്തിൽ ആത്രാടി ഖാലി ചന്ദ്രൻ അനുഭവിച്ചോണ്ട് ഇന്നറിട്ട് കണ്ടെങ്കിൽ തിരുസത്ത മുസ്ലിമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആലിമായിട്ടിന്ത് നിരന്തര നങ്ങവും സമ്പർക്കത്തിൽ ഇന്നാളും മാറ് വഫാത്ത് അവിടെ കാണാം. ഒന്നിൽ ഒരു വാരം ഒന്നിൽ പോയിട്ട് പളക്ക പറഞ്ഞിട്ടല്ല വന്നറ. വഫാത്ത് അവിടെ കാണാം ജന്നൽ മുന്നിൽ ഫോണിലും പളക്ക പറഞ്ഞിടാ. റാഹത്തിൻ്റെ ഉസ്താദ് വഫാത്ത് ഇത് നമ്പകു തീരിട്ടില്ല. പടച്ചവനെ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ ദുനിയാവും ആഖിറവും നീ സന്തോളത്തിലാക്ക തമ്പുരാനെ. നശന്നോട്ടുള്ളത് ഓ പോയപ്പോ പളക്ക പറഞ്ഞോണ്ടിന്ന് തമാശലും ചിരിച്ചിട്ടും പളക്ക പറഞ്ഞോണ്ടിന്നത് മരണത്തെ വിഷയ. നക്കിന്നെ ഭൂമിയിൽ എന്തും ആശയില്ലെന്നാണ് പോകു തീർമാനാക്കി വണിച്ചു ചിരിച്ചിട്ട് ചെന്നോണ്ടിന്റെ വ്യക്തിത്വ ബഹുമാനപ്പെട്ട ആത്രാടി ഉസ്താദ് തിരുസത്ത മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ളത് ഞങ്ങളെ റബ്ബ് അല്ലാഹു ഉണ്ട് ചെന്നെങ്ങും അയ്യാവില്ല തത്വ സിദ്ധാന്തത്തിൽ ഗട്ടി നിൽക്കണോ. ഇന്ന് ബിസിയത്ത് പറ തിരുസത്ത മുസ്ലിമേ നാണും നീണും മുസ്ലിം, നാണും നീണും മുസ്ലിം. അത് 4-5 വട്ടം ഞങ്ങൾ ചെന്നിട്ടേ തീരടാ. അഥവാ സുബഹിയും ളുഹുറും അസറും മഗ്രിബും ഇശാ ചെളുടെ പവിത്രമായ 5 വട്ടം ഞങ്ങൾ കഡായായിട്ട് നിസ്കരിക്കടാ. 5 വക്ത് നിസ്കാരത്തില് ഞങ്ങൾ കൈ കെട്ടിയ പുറത്തൊക്കെ ഫാത്തിഹ ചെളുടെ ഫറല് തുടങ്ങട കാണുമെന്നോളോ. വജ്ജഹത്ത് ചെളുടെ ഒരു സുന്നത്തായ ഒരു സത്യപ്രതിജ്ഞ ഞങ്ങാക്കടാ. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ചെളുടെ വജ്ജഹത്ത് അഥവാ അറബിയിൽ ദുആഉൽ ഇഫ്തിതാഹ് ചന്ദ്രപീർ അതൊക്കെ ഉദ്ഘാടന അഥവാ ഒരു കാര്യക്രമം തുടങ്ങുമ്പോഴത്തേക്ക് ദ്വാരക്കട ദുആ അഥവാ നിസ്കാര ചെളുടെ പവിത്രതയ്ക്ക് കടക്കടക്കാണ് മുന്നുള്ളത്, പൂർണ്ണതയ്ക്ക് കടക്കടക്കാണ് മുന്നുള്ളത്. കൈ കെട്ടിയ പുറത്തേക്ക് തുടങ്ങണ ഒരു ദുആ. ആ ദുആ നിസ്കാരത്തെ ഫറലല്ല, ആ ദുആ നിസ്കാരത്തെ അബ്വാദ് സുന്നത്തുമല്ല. അത് മറന്നിട്ട് ബുട്ടെങ്കും പാടൊരുക്കത് ചിലയുടെ അകത്യയില്ല. വജ്ജഹത്ത് മറന്നെങ്കിൽ സഹുവിടെ സുജൂതും വേണ്ട. വജ്ജഹത്ത് വീണിട്ട് ബുട്ടെങ്കും അതേപോലെ നിസ്കാരത്തേക്ക് തൊന്തരയാവില്ല. അതിരെ കൂലി നഷ്ടപ്പെടുണ്ടോ അല്ലാണ്ട് നിസ്കാരത്തേക്കൊന്നും ബാത്തിലാവില്ല. ആ വജ്ജഹത്ത് ചിലരുടെ പളക്കമാ മുസ്ലിമേ. ഏതൊരു മന്ത്രിമാരങ്ങളും മന്ത്രിമണ്ഡല രൂപീകരണ അവിടെ സന്ദർഭത്തില് ലോകസഭയിലും വിധാനസഭയിലും ഒരു സത്യപ്രതിജ്ഞ കിടറ്. അത് 5 വർഷത്തിൽ ഒരുക്ക നടക്കിടുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ സത്യപ്രതിജ്ഞ ഒരു 4-5 വട്ടം നടക്കട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടിക്കായിട്ട് കിട ഞങ്ങളെ സത്യപ്രതിജ്ഞ. കൈ കെട്ടി പുറത്തേക്ക് ചിലരുടെ ഒരു പളക്കമുണ്ട്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. നാനും നീനും ആ വജ്ജഹത്ത് ഊദർ അല്ലാഹുടെ മുട്ടാക്കട സത്യപ്രതിജ്ഞയത് ഞങ്ങതര അർത്ഥ പഠിച്ചിരമാ, അർത്ഥ ഞങ്ങൾ ആലോചനാക്കിടമാ, ഞങ്ങൾ ആ രൂപത്തിൽ ജീവനം നടത്തിക്കൊണ്ടുള്ള ഉള്ളമാ. ഒന്ന് ജാഗു വറങ്ങടക്കാണ മുന്നോളു തലയുടെ അടിക്കൊരു കൈ ബീച്ചിടല്ല, നെഞ്ഞിന് മേൽക്കൊരു കൈ ബീച്ചിട്ട് നിങ്ങൾ ആലോചനാക്കണായത് എന്ത്ര സത്യപ്രതിജ്ഞ ഉണ്ട് തെരിയോണ. ഞങ്ങൾ പരസ്പര കളവ് ചിലരുടെ ക്രമമുണ്ടോ? ഏതെങ്കിലും കച്ചവടത്തില് വ്യവഹാരത്തില് പാണ്യത്തിലുള്ള കളവ് ചിലടറ്. കുടുംബജീവനത്തിലെ കളവുണ്ട്, ദാമ്പത്യ ജീവനത്തിലെ കളവുണ്ട്, വ്യവഹാരത്തിലെ കളവുണ്ട്. അല്ലാഹുടെ മുട്ടവും ഞങ്ങൾ കളവ് ചെല്ലില്ലേ? അല്ലാഹുടെ മുട്ടവും ഞങ്ങൾ കളവ് ചെല്ലില്ലേ? ഞങ്ങൾ ബേരിച്ചമ്മ അല്ലാഹുക്ക് ഞങ്ങൾ കളവ് ചെന്നെങ്കിൽ ഗുന്താവില്ല. ചെന്നിട്ട് എന്ത്ര കളവുണ്ട് ചെല്ലണ
വജ്ജഹ്തു പടച്ച റബ്ബേ എന്നാണ് സമർപ്പണയാക്കിയ വജിഹിയ നിന്റെ ആശയത്തെയും നിന്റെ ആചാരത്തെയും നിന്റെ വിശ്വാസത്തെയും നിന്റെ കർമ്മത്തെയും നിന്റെ സകലமான ചലനത്തെ അല്ലാഹുവേ നാണ് സമർപ്പണാക്കട വജ്ജഹ്തു നാ സമർപ്പണാക്കട വജിഹിയ നിന്റെ സകലமான ശരീരത്തെയും നിന്റെ വിശ്വാസത്തെയും നിന്റെ ധർമ്മത്തെയും നിന്റെ കർമ്മത്തെയും നാണ് സമർപ്പണാക്കട ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ആകാശ ഭൂമിയുടെ പരിപാലനാക്കടവണ് പടച്ച തമ്പുരാനുക്ക് നാണ് സമർപ്പണാക്കട ഹനീഫം മുസ്ലിമാ ഒറിജിനൽ മുസ്ലിമായിട്ട് എല്ലാ ബടക്കത്തരത്തെയും വലിച്ചെറിഞ്ഞിട്ട് സകലமான ഹറാമ്യത്തും നാണ് ദൂറാക്കിയിട്ട് ഒരു തപ്പും ആക്കാണ്ട് എന്തെല്ലാം റബ്ബും റബ്ബുടെ റസൂലും പടിപ്പാട്ടിയ ഹറാമ്യത്തുണ്ടാ അതെല്ലാം അവോയ്ഡ് ആക്കിയിട്ട് എന്തെല്ലാം നല്ലതുണ്ടത് നിന്റെ ജീവനത്തിൽ അളവടിക്കുകയാക്കിയിട്ട് നാണ് റബ്ബെ ഒറിജിനൽ മുസ്ലിമായിട്ട് നാണ് നിന്റെ മുട്ട നിണ്ടോണ്ടുള്ള തമ്പുരാനെ ഇന്ന സ്വലാത്തി നിന്റെ നിസ്കാരവും വനുസുക്കി നിന്റെ സകലமான സൽക്കർമ്മവും വമഹിയായ നിന്റെ ഹയാത്തും വമമാതി നിന്റെ മൗത്തും ലില്ലാഹി റബ്ബിൽ ആലമീൻ ജഗത്തിനെ പരിപാലനാക്കട തമ്പുരാനുകായിട്ട് റബ്ബുൽ ഇസ്സത്തുകായിട്ട് ചെന്നിട്ട് നാണും നീനും അതേ രൂപത്തിൽ അല്ലാഹുടെ മുട്ട സത്യപ്രതിജ്ഞാക്കില്ലേ നേര് ചെല്ല മുസ്ലിമേ നീ നിസ്കരിക്കരുത് അല്ലാഹുഗോ നീ നാക്കട സത്കർമ്മ അല്ലാഹുഗോ വമഹിയായ നിന്റെ ഹയാത്ത് അല്ലാഹു കൊണ്ട് നീ ചെന്നത് അത് നേരാ കളവാ നീ നിന്റെ ഹയാത്ത് റബ്ബേ നിക്ക് ചെന്നില്ലേ അല്ലാഹുടെ മുട്ട നിസ്കരിക്കട കാണാമെന്നോളും നിസ്കാരക്ക് തുടങ്ങിയ പുറത്തേക്ക് കൈ കെട്ടിയ പുറത്തേക്ക് പള്ളിയിൽ വെച്ചിട്ട് കിബിലാടെ ഭാഗത്തേക്ക് ഒന്നും എടുത്തിട്ട് നിന്നിട്ട് നീ റാഹത്തിലൊന്ന് കൈ കെട്ടിയ പുറത്തേക്ക് ചെല്ലടത് റബ്ബേ വമഹിയായ വമമാതി നിന്റെ ഹയാത്തും മൗത്തും നിക്കായിട്ട് കിടതമ്പുരാനേണ്ട് ചെല്ലുമ്പത്തേക്ക് നേര് ചെല്ലലാമോണേ നിന്റെ ഹയാത്ത് അല്ലാഹുകായിട്ടുണ്ടാ അല്ലാഹു ഇഷ്ടപ്പെട്ട ഹയാത്താ നിണ്ടത് അല്ലാഹുടല്ല നീ കളവ് ചെന്നല്ലേ ഒരു 4-5 വട്ടം നീ റബ്ബുടെ കളവ് ചെന്നല്ല റബ്ബേ നിന്റെ ഹയാത്ത് നിക്ക് ചെന്നിട്ട് പള്ളിക്ക് വന്നനെയാണ് പള്ളിയിൽ നിസ്കരിച്ചനെയാണ് പള്ളിയിൽ ഖുർആൻ ഓതിയനെയാണ് ഈത്തികാഫ് തയ്ച്ചനെയാണ് പള്ളിയിൽ വാള് കേട്ടനെയാണ് ഖുതുബ കേട്ടനെയാണ് ദുആത്ത് ആമീൻ ചെന്നനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതിയനെയാണ് യാസീൻ ഓതിയനെയാണ് ഇങ്ങനത്തെ നല്ല നല്ല സത്കർമ്മല്ല പള്ളിയിൽ നീന ആക്കിയ ആ സുന്ദരമായ മുഖം നിന്റെ പള്ളിയുടെ ഉൾക്കത്തിൽ നിന്റെ കണ്ടെങ്ക നിന്റെ പോലോത്തൊരു നല്ലോണ് പിന്നെ റായത്തിൽ വേറെ ആറും മിക്കല്ല അത്രയും നല്ല സ്വഭാവ ശൈലി അങ്ങനെ ഖുർആൻ നിന്റെ ബായിലുണ്ട് ദിക്റും തസ്ബീഹും സ്വലാത്തും പള്ളിയുടെ ഉൾക്കത്തേക്ക് നിന്റെ ബായിലുണ്ട് ഒറിജിനൽ മുസ്ലിം നീ പള്ളിയുടെ ഉൾക്കത്തേക്ക് എത്തിയപ്പോ പള്ളിയുടെ നീ പറുത്തിലിഞ്ഞങ്ക രണ്ടാമത്തെ മുഖം നിന്റെത് പറുത്ത് പുറകു തുടങ്ങട് ഏത് ബായിൽ നീ അല്ലാഹുടെ ഖുർആൻ ഓതിയ ഏത് ബായിൽ ദിക്റും തസ്ബീഹും സ്വലാത്തും ചെന്ന് അതേ ബായിൽ പറുത്തിലിഞ്ഞാൽ പിന്നെ ആറാറ കുർഫാത്തെണ്ണില്ലേ ആറാറിൽ കളവ് ചെന്നില്ലേ ആറാറ പറഞ്ഞില്ലേ ആറാറ മനസ്സുക നമ്പലാക്കില്ലേ ആ നാവ് കൊണ്ടിട്ടല്ലേ നിന്റെ ഉമ്മടെ ദൂഷണാക്കിയത് ആ നാവ് കൊണ്ടിട്ടല്ലേ നിന്റെ ബാപ്പക്ക് എതിർ പളക്ക പറഞ്ഞത് ആ നാവ് കൊണ്ടിട്ടല്ലേ നിന്റെ റായത്തങ്ങളുടെയൊക്കെ നീ ഗലാട്ടയാക്കിയത് ആ നാവ് കൊണ്ടിട്ടല്ലേ നിന്റെ കുടുംബത്തെ നീ മുറിച്ചത് ഏത് നാവളോ ആ പള്ളിയിൽ ഖുർആൻ ഓതിയ നാവളോ ആ ദിക്ർ തസ്ബീഹ് ചെന്ന നാവളോ ഏത് കണ്ണ് കൊണ്ടിട്ട് നീ അല്ലാഹുടെ ഖുർആൻ പള്ളിയുടെ ഉൾക്കത്തിൽ വെച്ചിട്ട് നോക്കിയനേണ് ആ കണ്ണ് കൊണ്ടിട്ടല്ല പള്ളിയുടെ പരുത്തിലിഞ്ഞ പുറത്തേക്ക് മൊബൈലിൽ പടച്ചറപ്പ് പൊടുത്തപ്പെടാത്ത ഹറാമു നോക്കിയോണ്ടുള്ളത് റോഡ് സൈഡിലും നിങ്ങാടെ സൈഡിലും പരിസരത്തും അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഹറാമിയത്ത് കണ്ടോണ്ടുള്ളത് ആ ഖുർആൻ കണ്ട കണ്ണ് കൊണ്ടിട്ടല്ലേ ഏത് കാത് കൊണ്ടിട്ട് നീ ഖുതുബ കേട്ട് ഏത് കാത് കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതുന്ന ഖിറാഅത്ത് കേട്ട് ഫാത്തിഹ കേട്ട് ഏത് കാത് കൊണ്ടിട്ട് നല്ല പള്ളിയുടെ ഉൾക്കത്തിൽ നീന്ന് കേട്ട് അതേ കാത് കൊണ്ടിട്ട് പള്ളിയുടെ പറുത്തിരിഞ്ഞാൽ പിന്നെ പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത എന്തെല്ലാം ഹറാമ്യത്ത് നീ കേട്ടളാ മനുഷ്യ ഏത് കയ്യിൽ നീ പരിശുദ്ധ ഖുർആൻ പിടിച്ച് ഉസ്താദ് പള്ളിക്ക് സഹകാരാക്കുറു ഡോറുടെ അഗത്യമുണ്ടോ ടോയ്ലറ്റ് അഗത്യമുണ്ടോ ഹൗദർ അഗത്യമുണ്ടോ മിനാറത്ത് അഗത്യമുണ്ടോ അങ്ങനെ പള്ളിക്ക് എന്തെങ്കിലും അഗത്യത്തെ വിശേഷിച്ചെന്ന് പുറത്തേക്ക് ഏത് കൈ കൊണ്ടിട്ട് നീ സ്വതക്ക കൊടുത്ത് ഹദിയ കൊടുത്ത് പള്ളിയുടെ പരിസരം
പരിസരത്തിൽ നിന്ന് സാധുങ്ങളായ ആളുമാർ ഏതെങ്കിലും ഫക്കീറും മിസ്കീനും ബേങ്ങൊക്കെ വന്നെങ്കിൽ ഏത് കൈ കൊണ്ട് നീ സ്വതക്ക കൊടുത്ത് അതേ കൈ കൊണ്ടിട്ടല്ല നീ ഹറാമിയത്ത് പിടിക്കടത്, വട്ടിയുടെ കാസ് പിടിക്കടത്, കട്ടവാ കാസ് പിടിക്കടത്, ബാണ്യത്തിൽ കളവ് ചെന്നിട്ട് കാസാക്കടത്. വിവിധ രൂപത്തിൽ ചീട്ട് കളിച്ചിട്ടും വേണ്ടാത്ത ഹറാമിയത്ര ഗേളും കളിച്ചിട്ട് കാസാക്കടതേ. പരിശുദ്ധ ഖുർആന് തൊട്ട കൈ കൊണ്ടിട്ടല്ലേ, ഹജറുൽ അസ്വദ് തൊട്ട കൈ കൊണ്ടിട്ടല്ലേ, കഅബാലയത്തെ തൊട്ട കൈ കൊണ്ടിട്ടല്ലേ മുസ്ലിമേ. അതേപോലെ നിന്റെ കാള് പടച്ച റബ്ബുക്ക് പള്ളിക്ക് പോയിട്ട് നീ നിന്റെ നിസ്കരിച്ച കാള്, ഉളു എടുക്കുമ്പോഴത്തേക്ക് കൽകിയ കാള്, പള്ളിക്ക് നടന്ന കാള്, നല്ലതൊക്കെ നടന്ന കാള്, അതേ കാള് കൊണ്ടിട്ടല്ല നീ ഹറാമ്യത്തേക്ക് നടക്കണത്. മനുഷ്യ അല്ലാഹുവിലുള്ള നീന് ചെന്ന അല്ലാഹുവേ നിന്റെ ഹയാത്ത് നിക്ക് തമ്പുരാനെ, നിന്റെ മൗത്തും നിക്ക് തമ്പുരാനെ. ഏത് ഹയാത്തില നീ അല്ലാഹു കൊടുക്കണത്? ബഡ്ഡി വ്യവഹാറാക്കിയ ഹയാത്താ നീ അല്ലാഹു കൊടുക്കണത്. കട്ടതും വഞ്ചനാക്കിയതും വ്യഭിചരിച്ചതും ഗാഞ്ചത്തെ പിറകില് പോയതും അക്രമാക്കിയതും മനുഷ്യന്മാരെ ചോര കുടിച്ചതും ഈ ഹയാത്താ നീ അല്ലാഹു കൊടുക്കണത്. ഏത് ജീവനലാ നീണ് റബ്ബ് കെടുത്ത് പേച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ നാളിന് 5 വട്ടം നീ കളവ് ചെന്നില്ല റബ്ബ്. നിന്റെ ജീവന നിക്കുള്ളത് തമ്പുരാന്, നിന്റെ മൗത്തും നിക്കുള്ളത് തമ്പുരാന്. ചെന്നിട്ട് മനുഷ്യ നീ നിന്റെ ജീവനത്തെ അല്ലാഹുക്ക് വേണ്ടിട്ട് ആക്കിയോണ്ടുള്ളേ, നിന്റെ ജീവനത്തെയും നിന്റെ മരണത്തെയും പടച്ച റബ്ബുക്ക് നീ സമർപ്പണാക്കിയോണ്ടുള്ളേ. ആ രൂപത്തിൽ നിന്റെ ജീവന ശൈലൊന്ന് ചേഞ്ചസ് ആക്കുക നീ തയ്യാറുള്ളേ. ഏത് വാള് കേട്ടും നീ സുധാരകു തയ്യാറില്ല, എന്ത് ഉപദേശ കേട്ടും നീ സുധാരകു തയ്യാറില്ല. എത്ര മരണത്തെ ചരിത്ര കേട്ടെങ്കും മരണത്തെ കണ്ണാര കണ്ടെങ്കും നീ സുധാരകു തയ്യാറില്ല. എപ്പോഴാ നീ ബദലാവിടെ? എപ്പോ നീ ബദലാവിടെ? നിന്റെ ആളുമാറ നീ എപ്പ ബദലാക്കടനാ ചെന്നല്ലേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു വിഭാഗാളും മാറുള്ളർ അങ്ങ് ചെല്ലറ് ഞങ്ങളെ റബ്ബ് അല്ലാ, അങ്ങനെ കാലി ഞങ്ങളെ റബ്ബ് അല്ലാണ്ട് ചെന്നെങ്ങും അയ്യാവുല്ല. സുമ്മസ്തഖാമോ, ആ തത്വ സിദ്ധാന്തത്തിൽ ഗട്ടി നിക്കൊണുളാമോണെ. നിന്റെ കണ്ണ് കൊണ്ട് ഹറാമ്യത്തെ കണ്ടത് നിപ്പാട്ടണോ, കാത് കൊണ്ട് ഹറാമ്യത്ത് കേക്കിടത് നിപ്പാട്ടണോ, നാവ് കൊണ്ട് ഹറാമ്യത്തെ പളക്ക പറയരുത് നിപ്പാട്ടണോ, കൽബ് കൊണ്ടിട്ട് ഹറാമ്യത്തെ ചിന്തനാക്കിടത് നിപ്പാട്ടണോ. ഞങ്ങളെ ജീവന ഒന്ന് നീ ആലോചനാക്കി നോക്കുവള. എന്തോരു പരസ്പര വൈരുദ്ധ്യ ജീവന. ഇസ്ലാമുക്കും ഞങ്ങൾക്കും ബന്ധമില്ലാത്ത ജീവന. ഞങ്ങൾ മുസ്ലിം ചിലടറ ഞങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് എന്ത്ര ബന്ധമുണ്ടെന്ന് ആലോചനാക്കി നോക്കുന്നേണ്. ചുറ്റുഭാഗത്തില് ഈ ഭൂമിയിൽ യാറെ സമസ്യ ഉള്ള ജാഗറായ ഏത് ഉണ്ട് കേട്ടെങ്ക പിരിസത്തെ മുസ്ലിമേ എവിടെല്ല മുസ്ലിമിടങ്ങായി അറവുള്ളറാ, ഏതെല്ലാം റായത്തിലും രാഷ്ട്രത്തിലും മുസ്ലിമിടങ്ങായി അറവുള്ളറാ. അവിടെയായിട്ട് കിട സകലമാന ഫിത്നും നിണ്ടുള്ളത്. എല്ലാ ഹറാമ്യത്തും ഉണ്ട് എച്ചനംസ നടക്കടത്. എല്ലാ ബലാത്തും അല്ലാഹു ഇറക്കിയത്. നിങ്ങൾ നോക്കിയുള്ളവരോട് ഇറാഖ് പോലോത്തറായ, അതേപോലെ ഫലസ്തീനയുടെ ചരിത്രയും ഈജിപ്തിന്റെ ചരിത്രയും പരിസര പ്രദേശത്തുള്ള ചരിത്രയും ദുനിയാവിൽ 200 രാഷ്ട്രമുണ്ടോ? എച്ചനംസ ഉണ്ട് ജീവ പോയോണ്ടുള്ളത് മുസ്ലിം രാഷ്ട്രത്തില്. എന്തുകൊണ്ട് മനുഷ്യരെ ഫലസ്തീനിൽ ദൈനംദിന 100 ആയിരക്കണക്കിൽ ആളുമാർ മരിച്ചു പോയോണ്ടുള്ളത്. ചെറിയ 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 മക്കളുടെ ജീവ കൊടുത്തോണ്ടുള്ളത്, ഷഹീദായോണ്ടുള്ളത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കട്? എന്തേം കതുവാത്തക്ക് എന്ത് ഉത്തര കിട്ടില്ല. എന്ത് ആറ ചെല്ലണോ? ഞങ്ങളെ റായത്തിൽ എങ്ങനത്തെല്ല സമസ്യ നടക്കില്ല. ഇന്ത്യത്തിൽ ആതങ്കത്തിലായിട്ട് കിട മനുഷ്യർ ജീവനുണ്ട് നടന്നുകൊണ്ടുള്ളത്. ആരെയും ചെന്നിട്ട് കാര്യമില്ലടാ. അങ്ങനെയുള്ള സമസ്യ നടക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ചിലടൊരു പളക്കമുണ്ട്. മുസ്ലിമിടക്ക് അല്ലാഹുടെ സഹായം ഉണ്ട് ചെന്നിട്ട്, മുസ്ലിമിടക്ക് അല്ലാഹുടെ സഹായം ഉണ്ട് ചെന്നിട്ട്, അതെ അല്ലാഹുടെ സഹായം മുസ്ലിമിടങ്ങളെ ഒട്ടിക്ക് ഉണ്ടേ ഉണ്ടോ? യാതൊരു സംശയവുമില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആൻ എത്രമോ ജാഗൽ അല്ലാഹു തആല ചലട മുസ്ലിമേ നീ പേടിക്കണ്ട. വലാ തഖാഫൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു ചലട മുഅ്മിനേ നീ പേടിക്കണ്ട, നീ ബേജാറാവണ്ടല. വഅൻതുമുൽ അഅലൗന എവിടെ പോയെങ്കും നിങ്ങമേ വിണ്ണാവിടർ. മുസ്ലിം വിണ്ണാവാത്ത ഈ പ്രപഞ്ചത്തിൽ ഒരു ജാഗ മുസ്ലിം വിണ്ണാവാത്തതില്ല. എപ്പോണ്ട് കേട്ടെങ്ക അതുക്കൊരു കണ്ടീഷൻ ഉണ്ടോ? പേര് അബ്ദുൽ ഖാദിറായങ്ങ മയ്യാവില്ല, മുഹമ്മദ് ഇസ്മായിൽ ഉണ്ടായങ്ങ മയ്യാവില്ല, ഖദീജ ഫാത്തിമ ചെന്നൊരു പേര് വീച്ചത് കൊണ്ട് രക്ഷപ്പെടുക പോണ്ടില്ല. പേരിലല്ലളാ മുസ്ലിം
മുസ്ലിമാവണായത് നിന്റെ കർമ്മത്തിലും നിന്റെ ആചാരത്തിലും നിന്റെ വിചാരത്തിലും നിന്റെ വിശ്വാസത്തിലും നീ മുസൽമാൻ ആവണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് വഅൻതുമുൽ അലൂൻ, നിങ്ങമേ വിണ്ണ അവിടെ എപ്പോ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവണം. ഒറിജിനൽ മുഅ്മിനാവിടെ കാലത്ത് പടച്ചറപ്പടപെട്ട് നീ കയ്യുദ്ധാക്കിയത് വാരെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സഹായാക്കാണ്ടില്ല. റബ്ബുടെ മലായികത്തുകളെ കൊണ്ട് റബ്ബ് സഹായാക്കാണ്ടില്ല. ബദരീങ്ങളെ ചരിത്രമുള്ള ഞങ്ങൾ കേട്ടതല്ലേ, വാതിലുള്ള ഞങ്ങൾ ചൊന്നോണ്ടുള്ളതല്ലേ. ഞങ്ങൾ അല്ലാഹു തആല ബദരീങ്ങൾക്ക് റബ്ബു തആല ആയിരക്കണക്കിന് മലായികത്തുകൾ ഇറക്കിയിട്ട് പടച്ച റബ്ബ് സഹായാക്കിയ ഇണ്ട ഞങ്ങൾ വാരെന്നെങ്കിൽ ഇവിടെല്ല ഞങ്ങളുടെ റായത്തിലുള്ള ചുറ്റുഭാഗത്തിൽ ഏത് ജാഗിലും വിടറു. ഹറമു ഷരീഫിൽ പോയിട്ടും സമയത്ത് കഅബാലയത്തെ മുട്ട പോയിട്ടും സമയത്ത് ഞങ്ങൾ ദ്വാരം നിങ്ങൾ അല്ലാഹു ദുആ കേൾക്കില്ലടാ, അല്ലാഹു ദുആ കേൾക്കില്ല. എന്തുകൊണ്ടിട്ട് ഇണ്ട് എച്ചിനം സാളുമാർ ഹജ്ജ് നാട്ടകത്തത്, എച്ചിനം സാളുമാർ ഉംറ നാട്ടകത്തത്, എച്ചിനം സാളുമാർ നിസ്കാരം നാട്ടകത്തത്. കേവലം നിങ്ങനെ നേരത്തെ സന്ധി പാട്ടിയത് പോലെ ഹജ്ജിക്ക് പോകണല്ലേ ചന്ദ്രൂർ ഹജ്ജി, ഉംറത്തുക്ക് പോകണല്ലേ ഒരു ഉംറ, പള്ളിയിൽ നിസ്കാരം ഉണ്ടല്ലേ അതുക്കല്ല പള്ളി കെട്ടി വീച്ചത് ചെല്ലൊരു നിസ്കാര. നോമ്പ് ബന്തല്ല റമളാന് ബന്തല്ലേ ചെന്നിട്ടൊരു നോമ്പ്. അങ്ങനല്ല മനുഷ്യ, നിന്റെ നിസ്കാരം നിന്റെ സകലമാന സത്കർമ്മം ആ രൂപത്തിലാവണം. നോമ്പുടെ ചരിത്രം നോക്കുന്നതാണ്. പരിശുദ്ധ റമളാൻ, പരിശുദ്ധ റമളാൻ മനുഷ്യനെ ആത്മീയപരമായിട്ട് ശുദ്ധീകരിക്കണ തിങ്ങളത്, മനുഷ്യന്റെ സകലമാന പാപത്തെയും കുളിച്ച് ശുദ്ധിയാക്കണ തിങ്ങളത്, എല്ലാ തൗബത്തെയും പടച്ചറബ് അല്ലാഹു പൊരുത്തപ്പെട്ട് സ്വീകരിക്കണ പാപത്തെ പൊരുത്തപ്പെട്ട തിങ്ങള് അത്. ആ പവിത്രമായ തിങ്ങൾ വന്നപ്പോ ഞങ്ങൾ സുധാരട പള്ളിക പോണ്ട, സുബഹി നിസ്കാര ജമാഅത്ത് ഗിയത്തറ, തഹജ്ജുദ് നിസ്കരിക്കട, ലൈലത്തുൽ ഖദർ രണ്ട് അകവും പരിസരവും പള്ളിയും ഇങ്ങനെ ബെൽക്കിരി പൂളൊക്കെ തുടങ്ങിട് ഒന്ന് പ്രകാശപൂരിതമായ സുന്ദരമായ അന്തരീക്ഷം ഉണ്ടാവിട്. 27 പ്രത്യേക ദുആ മജ്ലിസ്, പ്രത്യേക വാള് മജ്ലിസ്, പ്രത്യേക ദിക്ർ മജ്ലിസ്, ഇതെല്ലാം നടക്കിട്. 27 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പള്ളിയുടെ അവസ്ഥ ഒന്നൊന്നേ നോക്കുന്നേണ്. റമളാൻ ഒന്നായപ്പോ പള്ളിയിൽ നുറോടിയാള്, ജണ്ടായപ്പോ പിന്നെയും ഞാറായത്ത് ആള്, റമളാൻ 3ആയപ്പോ പിന്നെയും ആള് സേരത്ത്, 4ഉം 5ഉം 6ഉം ആയപ്പോ സഫങ്ങനെ കൊറടിയാവുക തുടങ്ങട്. പൂണൊന്നും പൂണഞ്ചും പൂണാറും ആയപ്പോ ഇന്നും ലൈനല്ല കൊറടിയായത്ത്. കേവലം ഒന്നുള്ള റമളാൻ ബണ്ടക്കാണം ഒന്നോളോ ഒന്നതേപോലെ ലുഹുറുകും അസറുകും മഗ്രിബും ഇന്നതുപോലെ ഫസ്റ്റ് സഫ 1 ജണ്ട 3 സഫ പള്ളിലാള്. പിന്നെ റമളാൻ പൂനേലിടണ്ട് പള്ളി നുറോടിയാള്, ഒന്ന് സീറണി വിതരണാക്കിടനാള്, ഒന്ന് ഗമ്മത്തല്ലാക്കിടനാള്. ബദരീങ്ങൾ ആണ്ട് ചെന്നിട്ട് അതല്ല പവിത്രമായത് അർത്ഥപൂർണമായിട്ടും ആലോചനാക്കിട പോലത്തെ പവറും ഈമാനും ഞങ്ങളെ വെട്ടിക ഉണ്ടാവണോ. ബദരീങ്ങളാണ്ട് ആചരണാക്കണായതേ അത് മുസ്ലിം ഇടങ്ങൾ ഹക്ക്, അത് അർത്ഥപൂർണ്ണാവണോ. എന്തൊരർത്ഥപൂർണ്ണ? ഇപ്പൊ റമളാൻ ഞങ്ങൾ റായത്തിലുള്ള ഈദ് മിലാദ് പിന്നെ എതിരിൽ ലൈവ് ഉള്ളത് കൊണ്ടിട്ട് ചെമ്മെന്തും ചൊല്ലും പോലെ എന്തില്ല. ഇപ്പൊ കട്ടിങ്ങടിയും ക്ലിപ്പിണിങ്ങടിയും കാളല്ലേ, ചെമ്മത് ചൊല്ലും പോലെ എന്തില്ല. ഈ റബീഉൽ അവ്വലെല്ലാം നോക്കിയാലോ മൗലിദ് ഞങ്ങളുടെ റായത്തിൽ എത്ര ആളുമാർക്ക് ഞാൻ ചോറ് കെട്ടാക്കുന്നുണ്ട് കേൾക്കില്ല അധ്യക്ഷരുള്ളതാണ് അല്ലേ. 100,000 ആൾക്ക 2,000 ആൾക്ക ചോറ് വ്യവസ്ഥ റബീഉൽ അവ്വൽ മൗലിദ് ഒരു 2,000 ആൾമാർ വേണം എത്ര കെട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ മൗലിദ് തുടങ്ങി. ഉസ്താദ് ബർല ചെന്നിട്ട് അങ്ങനെ ആയിട്ട് ഒരു ഉസ്താദും മുക്രിക്കും 2 മാലിയും മുടങ്ങി സേരിത്ത് പ്രസിഡന്റ് ബന്നെങ്കും വന്ന് ഇവിടെ വിസല്ല ബേജാറാക്കിരണ്ട. പ്രസിഡന്റ് സേരിയെങ്കും സേരിയത്തിലും വിസിലി കിട്ടവരുടെ ചോറ് കെട്ടരുത്. മെയിൻ ഇമ്പോർട്ടൻറ്റ് വിസ എന്തിനു ചെന്നെങ്കിൽ ചോറ് കെട്ടരുത് അത് കൊടുത്തു. മൗലിദ് അത് ഉസ്താദ്മാർ ഓദ്യം വായിത്ത് പാതി ഓദ്യം വായിത്ത് സ്പീഡിൽ ഓതിന് നിപ്പാട്ടിയും വായിത്ത് 2,000 ആൾമാർക്ക് കെട്ടാക്കി വെച്ച് ഇരുവള്ളിയിൽ. മൗലിദ്ക്ക് 20 ആളില്ല. പടച്ചോനെ സീരനെല്ലാം ബാക്കിയാവേണ്ട പേരിക്കുമ്പോൾ എവിടെ ആള് 3,000 സേരിട്ട് 1,000 ആൾക്ക് ചോറുമയ്യാവേണ്ട റായത്തിൽ ഗലാട്ട. പിന്നെ പിറ്റാൻ്റെ പേപ്പറിൽ മൗലിദ് 2 ഗലാട്ടായിട്ട് സീരണിമയ്യ ഗലാട്ടായിട്ടും കത്തിയും കുത്തായിട്ട് ഹോസ്പിറ്റലിൽ ചിലർ പോയിട്ടിട്ട് ഇതെല്ലാം നിങ്ങളുടെ റായത്തിൽ നടക്കരുത്. മൗലിദിൽ ഇമ്പോർട്ടൻ്റ് മൗലിദ് ഓതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ എത്ര ആൾ പള്ളിയിൽ കിടറ് വന്നിട്ട് ഒന്നാളെ ചെനക്ക് നോക്കൂ. ആ സീരണിയുടെ കെട്ടിട പാതിര 2% ആള് മൗലിദ് കിടറാ. ബദരീങ്ങളാണ്ട് ബദരീങ്ങൾ ബൗദ്ധർ മൗലിദ് ഓതുരു, ബദരീങ്ങൾ വലിയ ആസീൻ ഓതുരു. ആ സീറനിടെ കെട്ടിടത്ര ആളുമാർ പള്ളിയിൽ കിടറാ അല്ലേ. ബദരീങ്ങളാണ്ട് എത്ര പവിത്രമായത്.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുപെടുകാവാത്തത്. കാരണം ഞങ്ങളെ ഈമാനും ഞങ്ങളെ ഹിക്മത്തും ഞങ്ങളെ ഇൽമും ഞങ്ങളെ ഇസ്ലാമും അതെല്ലാം ആ ബദരീങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ടായിട്ട് ഉണ്ടായത്. ഞങ്ങളെ സ്മരിക്കണം ഞങ്ങളെ ഹക്കായിട്ട് യാതൊരു സംശയമില്ല. അത് അർത്ഥപൂർണ്ണാവണോണ്ട് ചെല്ലതാണ്. ബദരീങ്ങളെ ആണ്ട് കഴിഞ്ഞാൽ പിന്നെ 18 മാത 10 20 കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ തറാവീഗ് ആളില്ലളാ. പിന്നെ തറാവീഗ് ആളില്ലളാ. പിന്നെ തറാവീഗ് ആള് പണ്ട് പോണ്ട് തരികണ റമദാൻ 27 അണ്ട് ലൈലത്തുൽ ഖദ്ർ ചെല്ലുടെ സൂറത്തുൽ ഖദ്റുടെ ഓതിട്ട് അർത്ഥ നാള് റഹ്മത്തുൽ മലായികത്രങ്ങടെ പിറങ്ങടെ പവിത്രമായ നാള് കണ്ട് ഏതൊരു മനുഷ്യവും നല്ല രൂപത്തില് മനസ്സിലുൾക്കത്തില് എന്തെല്ലാം പേര് ചെറുതുവാരക്കട പവിത്രമായ നാള്. ആ പവിത്രമായ ലൈലത്തുൽ ഖദ്റുടെ എല്ലാവരും നിരീക്ഷ പള്ളികൾ അയിനാളയിന് ആള് ബന്ത് പള്ളിയുടെ ഉൾഗത്തിലും പുറത്തിലും ആള് റൊടി ആയത് ഓവർ ഫുള്ളായത്. റമദാൻ 8 പള്ളിയിൽ ഒരു സഫില്ലളാ. റമദാൻ 28 29 30 പള്ളിയിൽ ആളില്ല. പിന്നെ പള്ളിയിൽ ആളെന്ന് പറയുന്നത് പെരുന്നാളുണ്ട് പറിക്കട്ടെ പാൻറ്റ് കാട്ടൊക്കെ പള്ളിക വേണ്ടത്. ഫാഷൻ പരേഡ് നടക്കുക വേണമായിട്ട് പള്ളിക വേണ്ടത്. അവൻ്റെ പാൻറ്റും അവൻ്റെ ഷർട്ടും അവൻ്റെ മുടിയും അവൻ്റെ താടിയും അവൻ്റെ മീസയും കാട്ടൊക്കെ വേണമായിട്ട് പള്ളിക വേണ്ടത്. ഇബാദത്തുകല്ലതും നിസ്കാര കഴിഞ്ഞവർക്ക് എച്ചിനും സാൾമാർ ഓടിട്ടായത്ത് പിന്നെ ഹുതുബ വണുക വേണ്ട അല്ലേ? പള്ളിയിലങ്ങനല്ലേ അവന് പറഞ്ഞതും കീരിയതും നായി പറിച്ചതല്ല. കുറെ ഇപ്പോഴത്തെ പാലക്കാരെ പാൻറ്റെല്ലാം അങ്ങത്തത് അവിടെ കീരിട്ടുണ്ട്. ഏതോ പിറാന്ത നായുടെ ഗൂടുക പോയിട്ട് 100 കാണണം അവിടെ കാണുമ്പോത്തുക്കും. அதுக்கு ரேட் எത്ര 8000 1000 10,000 ரேட் அதுக்கு கீறியது പറഞ്ഞதுக்கு. ഇതിലെല്ലാം കാട്ടൊക്കെ വേണ്ടിട്ട് ഫാഷൻ പരേഡ്. അവിടെ തലയുടെ മുടിയെല്ലാം നോക്കുന്നുണ്ട് മക്കളതിൽ കുറെ ചൊല്ലൊക്കെ പോയി എന്നൊക്കെ ടൈം ആയാവില്ല അല്ലേ? കുറെ മക്കളെ തലയുടെ മുടിയെല്ലാം നോക്കും. ഈ കാട് പന്നി ഇവിടെ എന്തൊരു ചെല്ലാ ചെറൈക്ക് മുള്ളു ഹന്തിരെ പോലെ കണ്ടോണ്ട് തലയിൽ അവളോട് ഇങ്ങനെ കുത്തന്നിട്ട് കിടും മുടി ഉടെല്ലാം എടുത്തിട്ട്. ഇത് മോണുക്കും 1,500 രൂപ കൊടുത്തിട്ട് ബാപ്പാക്ക് പാട്ടിയത്. കുറേ ബാലക്കര മീസെല്ലാം നോക്കണം. ചാർലി ചാപ്ലിൻ്റെ മീസയും വെച്ചിട്ട് താടിയും അതേ രൂപത്തിൽ തലയുടെ മുടിയെല്ലാം എന്തിനും തലപൊട്ട് പാട്ടിയതുപോലെ ഇവിടെ കോമല കലപത്തിൽ രക്ഷപ്പെട്ടു വന്നതുപോലെ തലപൊട്ട് പാട്ടിയ പോലത്തെ മുടിയുടെ ശൈലി ഉണ്ട്. ഇത്രയും ചൊല്ലൊക്കെ വേണമായിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചൊന്നോണ്ടുള്ളത് ഞങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ടുള്ള യഥാർത്ഥത്തിൽ മുസ്ലിമായി ഞങ്ങളെ ചലനവലന ഞങ്ങളെ ജീവന ശൈലി ഇസ്ലാം എന്ത് ചന്തത്തിൽ പഠിപ്പാട്ടില്ല. ഇസ്ലാം ചെന്ന എന്തേ 5 വക്ത് നിസ്കരിക്കുന്നത് മാത്രമല്ല ഇസ്ലാം അവിടേക്ക് സീമിതല്ല. അത് കഡായായിട്ട് ആക്കണായത്. ഇസ്ലാമിയുടെ സംസ്കൃതി വേറമേ ഉണ്ട്. ഇന്നും എങ്ങനെ തിന്നണോ, എങ്ങനെ കുടിക്കണോ, എങ്ങനെ ഉറങ്ങണോ, എങ്ങനെ ഡ്രസ്സ് ഇടണോ, എങ്ങനെ ഡ്രസ്സ് എടുക്കണോ, എങ്ങനെ ചെരുപ്പിടണോ, എങ്ങനെ ചെരുപ്പ് മാറ്റണോ, എങ്ങനെ ടോയ്ലറ്റ് പോകണോ, എങ്ങനെ ടോയ്ലറ്റ് പറഞ്ഞോ, എങ്ങനെ ഉറങ്ങണായത്, ഉറങ്ങുമ്പോഴത്തേക്ക് എന്ത്ര ചെല്ലണായത്, എന്ത്ര തിന്നണോ, എങ്ങനെ തിന്നണോ, ഏത് നോക്കണോ, ഏത് കേൾക്കണോ, എന്ത്ര പളക്ക പറയണോ, എന്ത് കൊടുക്കണോ, എന്ത് എടുക്കണോ, എങ്ങനെ പാണിയാക്കണോ, എങ്ങനെ യാത്ര പോകണോ, എങ്ങനെ രാജകീയ, എങ്ങനെ കൗട്ടുംബിക, എങ്ങനെ ദാമ്പത്യം, എങ്ങനെ മനുഷ്യരുടെ വ്യവഹാരം, എങ്ങനെ മനുഷ്യരുടെ സകലമാന ചലനവും വലനവും ഒരു കിടാവും ഉമ്മയുടെ ഗർഭകോശത്തിൽ ഇക്കട സന്ദർഭത്തിൽ പെണ്ണ് കറുപ്പും ചായങ്ക ആ പെണ്ണ് കിടാവിടെ എങ്ങനെ ആരേക്കയാക്കണോ, പെത്തപ്പുറത്തേക്ക് യന്ത്രാക്കണായത്, പിന്നെങ്ങനെ ബൽത്തൊണായത്, മരണ എങ്ങനെ മരിച്ചൽ പിന്നെ എങ്ങനെ എല്ലാം എണ്ണി എണ്ണി പഠിപ്പാട്ടിട്ട് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമുക്കും ഞങ്ങൾക്കും ബന്ധമുണ്ടാ. എന്തൊക്കെയാറ ചൊല്ലണം. എല്ലാവരും വെള്ളിയാസന്റെ പള്ളിക പോയങ്ങ ഇണ്ട്. നിങ്ങളും പള്ളിക പോയിട്ട് വന്നെങ്ങ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു മുസൽമാൻ പള്ളിയിൽ എങ്ങനെ ഇക്കൊനോട് പഠിപ്പാട്ടി തന്നറ. ഇമാമുടെ പള്ളിയുടെ ഉൾഗത്തേക്ക് ഫസ്റ്റ് പോയ 1ാമത്തെ മെമ്പർ ആ മനുഷ്യ പള്ളിക്ക് ഉൾഗത്തേക്ക് നോണ്ടപ്പുറത്തേക്ക് ഇമാമുടെ നേരെ പിറകെളുത്തിൽ വളത്തുകായിട്ട് ദയിക്കണോ. സെക്കൻഡ് ബന്ധവണ ഇടത്ത ഭാഗത്ത് ദയിക്കണോ. 3ാമത്തെ ബന്ധവണ വളത്ത ഭാഗത്ത്, 4ാമത്തെ ബന്ധവണ വളത്തിടത്ത ഭാഗത്തില്. അങ്ങനെ ഇടവും വളവും പള്ളിയുടെ ലൈനൊന്ന് പൂർത്തിയായാൽ പിന്നെ ഇമാമുടെ നേരെ പിറകള് 2ാമത്തെ സഫില് നടുവിൽ നിൽക്കണോ. പിന്നെ ഇടവും വളവും മാതിരി പള്ളി ലൈൻ ഇങ്ങനെ സഫ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് പോകണോ. എന്ത് ചന്തത്തെ ഇസ്ലാമുടെ സംസ്കൃതിയിൽ ആ പള്ളിയിൽ നിങ്ങൾ ദയിക്കണായത്. ഇണ്ട് നിങ്ങളെ റായത്തെ പള്ളിയിൽ ജുമുഅത്തേക്ക് പോയപ്പോ 1ാമത്തെ സഫിൽ കഡ്ല പിരിക്കത് പോലെ അവിടെ ഒരു ജണ്ടാള്, ഇപ്പുറത്തൊരു ജണ്ടാള്, ലാഷ്ട്ര മതിലുടെ സൈഡിൽ ഇങ്ങനെ മൂലാഞ്ച് വീച്ചതുപോലെ 4 പാലക്കാർ കാളും കുത്ത വീച്ചിട്ട് മുട്ടങ്ങനെ മടക്കി വീച്ചിട്ട് പള്ളിയുടെ ഒഴുക്കത്തിൽ പിള്ളറിൽ നിങ്ങൾ പിള്ളേരുടെ റൗഡിലൊരു 4 ആളുമാർ
ധ്വജസ്തംഭത്തിൽ ഇന്നതുപോലെ അങ്ങനെ ചുറ്റുഭാഗത്തിൽ അതങ്ങനെ നിറഞ്ഞിട്ട് അവിടെ അതേപോലെ മതിലും പില്ലറും പരുത്തിയായാൽ പിന്നെ അവിടെയും ഇവിടെയും ബിരുക്കിയത് പോലെ 4-5 ആളുമാർ ഇങ്ങനെ പള്ളിയിൽ എന്തോ വലിച്ചെറിഞ്ഞതുപോലെ കുറെ ആളുമാർ അർസത്തിൽ തെച്ചതുപോലെ അവിടെ കാണുക ആവാത്തത് പോലെ ഉണ്ട മുട്ട തെച്ചങ്ങ് ആവാത്തത് പോലെ ഈ രൂപത്തിൽ പരസ്പര ശത്രുടങ്ങളെ പോലെ എല്ലേ ഉണ്ട് പള്ളിയിൽ നിങ്ങൾ തെച്ചോണ്ടുള്ളത്. പടച്ചവന് എത്ര അർസത്തവണും പള്ളിക വന്നാൽ പിന്നെ അത് ആ വർഷത്തെ വിസയിക്കല്ലവണുകോ അർസത്തവണോ ശത്രുവായിട്ട് കണ്ടവണോ ഞങ്ങളെ ഒട്ടിക ഇന്നെങ്കും വിസയല്ല ഇളവണോ മൂത്തോണുകോ പൾറായത്തിലെ സമസ്യ ഉണ്ടോ കുടുംബത്തെങ്ക് റായത്തിലെ സമസ്യ ഉണ്ടോ നിരക്കരുടെ വിസയത്തിലെ ഗലാട്ടയും കേസും ആയോണ്ടുണ്ടോ റായത്തിൽ അവൻ ഇന്നവണുക്ക് ഓണു പോണ്ടില്ല അവന്റെ മംഗലത്തേക്ക് ഓണു പോണ്ടില്ല ഓണ് മരിച്ച പോണോ ബണ്ടില്ല പരസ്പര സംബന്ധമെല്ലാം മുറിച്ചു വിട്ടവണോ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ബാങ്കയുടെ ശബ്ദം കേട്ടപ്പോ അവൻ ഇന്ന പള്ളിക്ക് നാണ് പോണ്ടില്ല ആരും ചൊല്ലില്ലല്ലേ മരിച്ചപ്പോ നിന്റെ ശത്രുടെ ദഫനാക്കിയ കബറസ്ഥാനത്ത് നിന്റെ ദഫനാക്കണ്ടാണ്ടും ചെല്ലില്ലല്ലേ മനുഷ്യരെ. പള്ളിയിൽ എല്ലാവരും ഒരുപോലെ ശത്രും മിത്രും ഒരുപോലെ ചെറിയവണും വലിയവണും ഒരുപോലെ ധനിക്കവും പാവത്തവണും ഒരുപോലെ ഇന്നവണും ഇല്ലാത്തവണും ഒരുപോലെ ശ്രീമന്തവർഗവും അതേപോലെ ബെങ്ങടവണും മുസാഫിറും പള്ളികത്തിൽ പിന്നെ ഒരുപോലെ ആർക്ക് ഫസ്റ്റ് വന്നണ അവന് ഫസ്റ്റിൽ തീക്കണോ വലിയവണ് പിന്നെ വന്നണ അവന് പിറകിൽ തീക്കണോ. എന്ത് ചന്തത്തെ പരിശുദ്ധ ഇസ്ലാമിയുടെ സംസ്കാരത്തെ ഞങ്ങളെ വగ్గട്ടും ഞങ്ങളെ പിരിസപ്പാടും ഞങ്ങളെ സ്നേഹവും പരസ്പര കാട്ടുകിന്ന പ്രദർശനാക്കിട പവിത്രമായ പള്ളിയിൽ പടച്ചവനെ ശത്രുടങ്ങളെ പോലെയല്ല ഞങ്ങ അവിടെ സമയത്ത് നിസ്കാരത്തെ ചെന്നൽ പിന്നമേ ഒട്ടാവിടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ചെന്നവർത്തക്ക് ഓട്ടങ്ങത്തത് ഞങ്ങളെ ബാലക്കാരത് അല്ലാഹുവേ പണ്ടുള്ള ഞങ്ങളെ റായത്തുള്ളൊരു കാല എന്ത് ഞങ്ങളെ അജ്ജട കാല ഞങ്ങളെ ബാപ്പടങ്ങളെ കാല ഞങ്ങളെ ഹിരിയാളുമാറൊരു കാല എന്തല ആ കാലത്തില് പള്ളിക്ക് വെള്ളിയാസരണ്ട് പണ്ടേണ്ട് ചെന്നെങ്കിൽ ഒരു സത്തുക്ക് ജണ്ട് പട്ട നിറക്കണ പെരുന്നാളുകൾ റെഡിയായതുപോലെ പണ്ട് പെരുന്നാളുകൾ ഞങ്ങളെ ഹിരിയാളുമാർ ഇണ്ടും ഞങ്ങളെ റായത്തിൽ ഞങ്ങൾ പെരുന്നാളുകൾ എങ്ങനെ റെഡിയാവിടമാ സുബികളിലെ ബേഗ എണിച്ചിട്ട് താടി മീസെല്ലാം ഒപ്പാട്ടിട്ട് ഉകുറല്ല കട്ടാക്കിയിട്ട് ആണിങ്ങും പെണ്ണിങ്ങും അതുപോലെ ഒരേപോലെ കുളിച്ചിട്ട് നല്ല നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പടച്ചവനെ ഇബാദത്തിൽ ഒരു അന്തരീക്ഷ ഒരു റാഹത്ത് പള്ളി പെരുന്നാൾ ചെന്നെങ്കിൽ ആ പെരുന്നാളുകൾ റെഡിയാവിടത് പോലെ ഞങ്ങളെ റായത്ത് പണ്ടത്തെ ഹിരിയാളുമാർ അണ്ട് പണിക്ക് പോണ്ടില്ല ജോബുക്ക് പോണ്ടില്ല പോയെങ്കും വേഗ ബറുവർ എച്ചിനം സാളുമാർക്ക് നേറാസരണ്ടല്ല റജ ഇന്നറ് എൻ്റെ വെള്ളിയാസ റജയാക്കിയോണ്ടിന്നറ് സുബേഗ് വേഗ എണിക്കുവർ ഡ്രസ്സെല്ല കൽകുവർ ഇടക്കളല്ല പാത്രമുള്ള നിര അതേപോലെ ചുറ്റുഭാഗ പരിസരമുള്ള ക്ലീനാക്കുവർ അങ്ങനെ ക്ലീനിങ്ങിടെ സൊറായിട്ട് ഇവിടെ വെള്ളിയാസരണ്ട് സുബേഗ് നടക്കണത് താടിയും മീശയുമെല്ലാം കട്ടാക്കിയത് സെറ്റാക്കിയറ് വേഗ കുളിച്ചറ് പുതിയ ഡ്രസ് ഇട്ടറ് പെരുന്നാളുക പള്ളിക്ക് പോണ്ടത് പോലെ എല്ലാ വെള്ളിയാസരണ്ടും തയ്യാറായോണ്ടിന്നറ് വഈദുൽ മുഅ്മിനീൻ അൽ ജുമുഅതു ഹജ്ജുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ പാവത്തെ സാധുങ്ങളായ ആളുമാർക്ക് വെള്ളിയാഴ്ച ജുമുഅ നാള് ചെന്ന് ഹജ്ജ് ഇന്നത് പോലെ അതേപോലെ സാധാരണക്കാരായ മുഅ്മിനായ ആളുമാർക്ക് പെരുന്നാളുടെ പോലെ അങ്ങനെ പെരുന്നാളുക പള്ളിക്ക് പോയത് പോലെ ആയിട്ടുണ്ട് എല്ലാ വെള്ളിയാസരണ്ടും പണ്ട് ഹിരിയ ആളുമാർ പള്ളിക്ക് പോയോണ്ടിന്നത് അല്ലാഹുവേ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുവർ ഖുർആൻ ഓതുവർ യാസീൻ ഓതുവർ ചൊമ്മ സ്വലാത്ത് ചൊല്ലുവർ അങ്ങനെ ദുആരക്കൊക്കെ തുടങ്ങുവർ ഈ പള്ളിയുടെ ഉൾഗത്തിൽ നിങ്ങൾ ഹിരിയ ആളുമാർ നിങ്ങളെ ബാപ്പടങ്ങ നിങ്ങളെ ബാപ്പടങ്ങ നിങ്ങളെ കൂട്ടുകുടുംബത്തങ്ങ നിങ്ങളെ രക്തസംബന്ധിമാർ എത്രമോ ആളുമാർ ഈ പള്ളിയിൽ വെച്ചത് ഖുർആൻ ഓതിയങ്ങ എൻ്റെ ആറടി മണ്ണിലുള്ളൊരു തമ്പുരാനെ അല്ലാഹുവേ നാൻ ഓതിയ ദിക്റും സ്വലാത്തും തസ്ബീഹും സൂറത്തുൽ കഹ്ഫും യാസീനും ഇതര പ്രതിഫലത്താ ഞങ്ങളെ മരിച്ചുപോയി ഞങ്ങളെ കുടുംബത്തങ്ങളെ ഖബറുകത്ത് പാട് തമ്പുരാനെ ചെന്നിട്ട് ദുആരെന്നോട്ടിന്നറ് ഇന്നും ദുആ അതേപോലെ മുഅദ്ദിൻ ബദർ ബാളെടുക്കടോളത്തോളം ദുആ മനുഷ്യ
നീ പള്ളിക്ക് പോകേണ്ടത് കേവലം ജുമാ നിസ്കരിച്ച് പുറകല്ല, വേറെ കൊറിയ ബിസെല്ലാം ഇവിടെ നടക്കട്. എന്തേണ്ട് തെരിയണ നിന്റെ പള്ളിയുടെ പരിസരത്ത് നിന്റെ ആൾ മാറി കിടന്നോണ്ടുള്ളവർ, നിനക്ക് ജന്മ തന്ന ഉമ്മ ഉണ്ടുള്ള പള്ളിയുടെ പരിസരത്തുള്ള ഖബറസ്ഥാനത്തില് ജന്മ തന്ന പാപ്പ ഉണ്ടുള്ള നിന്റെ കൂട്ടുകുടുംബത്തെങ്ങ നിന്റെ കാണാൻ മുന്നിൽ പോയങ്ങ അല്ലാഹുവേ, ആയിരക്കണക്കിന് ആളുമാർ അകസ്മാത്ത് പള്ളിയുടെ പരിസരത്തിൽ എന്ന ഖബറസ്ഥാനത്തിൽ അങ്ങ് ഒരു നിമിഷം എണിച്ച് നിൽക്കുക തീരുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുമോ തങ്ക് ഒരു ഗണ്ടടായി സല്ലാഹു റിട്ടേൺ കൊടുത്താണ്ട് കണ്ടെങ്കിൽ ആത്രാടി പള്ളിയിലും പള്ളിയുടെ പ്രദേശത്തിലും റായത്തിലും നിക്കൊകു ജാഗമയ്യാവലാന്തല ഉണ്ട്. നിങ്ങളെ റായത്തിൽ എത്ര ആളുള്ളറ്? ആണും പെണ്ണും മക്കളും വയസ്സരങ്ങളുമായിട്ട് നിന്റെ റായത്തിൽ എത്ര ആളുള്ളറ്? ഇതിരക്കാണ് യാരാളും മാറ് ഉണ്ട്. നിന്റെ റായത്തെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുള്ളറിലാ മോണേ, ഇതിരക്കാണ് ആളും മാറ് പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുള്ളറിലാ മനുഷ്യ. അതാറോ എവിടങ്ങല്ല നിന്റെ കാണുന്നൊളുത്തെങ്ങ നിക്കാക ബുട്ടു തന്നെങ്ങ, ജാഗ ബുട്ടു തന്നെങ്ങ, പള്ളിയിലെ സഫ് ബുട്ടു തന്നെങ്ങ, പള്ളിന്ന് ഖുർആന് ബുട്ടു തന്നെങ്ങ, നടക്കട തെറുബുട്ടു തന്നെങ്ങ. നിന്റെ ആക്കി പരിവർത്തനാക്കി ആളുമാർ അവിടെ കാത്തോണ്ടുള്ളറ് ബെല്യാസ അവിടെ സന്ദർഭത്തിൽ അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് ഖബറിൽ കിടക്കട മനുഷ്യരുടെ അവസ്ഥ എങ്ങനെ ഉണ്ട് തെരിയോണ? ആളുമാർ കപ്പലിൽ സഞ്ചരിക്കടറ് നടുക്കടലിൽ എത്തിയപ്പോ മേൽഭാഗത്തിൽ ആകാശം കീഴ്ഭാഗത്തിൽ ചുറ്റുഭാഗത്തിൽ തണ്ണിയും മാത്രമുള്ള നടുക്കടലിൽ എത്തിയപ്പോ പെരുകാളി വന്നിട്ട് കടലക്കാടിൽ അങ്ങനെ കപ്പളതാ ശിപ്പതാ പൊടി പൊടിയായിട്ട് ധരിച്ചു പോയത് കണ്ണട എതിരിലെല്ലാവരും മുങ്ങിയോണ്ടുള്ളവർ നാശായോണ്ടുള്ളവർ മരിച്ചോണ്ടുള്ളവർ ജീവ പോയോണ്ടുണ്ട്. നീനതാ കിട്ടിയ പളക കിട്ടിയെങ്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ട മറത്തെ പീസ് കിട്ടിയെങ്ക ഒന്നും നിണ്ടിട്ട് ഒന്നും നീണ്ടിട്ട് രക്ഷപ്പെടുക വേണമായിട്ട് നീ നോക്കുന്നത് പോലെ എത്രത്തോളം നിന്റെ മരിക്കട ലാസ്റ്റ് നിമിഷത്തിൽ കടലിൽ ഏതോ കപ്പലുടെ ഒരു കണ്ട തിരിച്ചു പോയി തീപ്പെട്ടിയുടെ തീപ്പെട്ടിയുടെ ഒരു കടിയുണ്ടല്ലേ, അത്രക്കുള്ള ഒരു മരത്തെ കണ്ട കിട്ടിയെങ്കും സമയത്ത് ഒന്ന് പിടിച്ചിട്ട് ഒരു ശ്വാസം ഇറക്കിട്ടു റബ്ബേ ചെന്നിട്ട് അസബിക്കണത് പോലെ കപ്പലിൽ മരിക്കുക കിടക്കട പോലെ അതേപോലെ മുങ്ങിട്ട് മരിക്കട പരിസ്ഥിതിക്ക് എത്തിയതുപോലെ ഖബറിൽ ഇന്ന മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയുള്ള നിന്റെ സർവസത്കർമ്മന്തും ഖബറിൽ കിടന്നപ്പം അയ്യാവുല്ലളാ, നീണാകിയ സത്കർമ്മന്തും കോടിയത്തില്ലളാ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പാടിയത് മരിച്ചെങ്ക് ദ്വാരക്ക് മോണേ, മരിച്ചെങ്ക് സ്വതക കൊടുക്കും മനുഷ്യ, മരിച്ചങ്ങളെ നല്ലത് എടുത്ത് ചെല്ലുമോണേ. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് നീന ഖബറിൽ രക്ഷപ്പെടനാ, നീ ഖബറിൽ രക്ഷപ്പെടനാ, നിക്ക് ദ്വാരക്കട മക്ക ഉണ്ടാവണോളാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് ഏതൊരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ ലാസ്റ്റ് ഖബറിൽ യാത്രയാവുടെ സന്ദർഭത്തില് നിങ്ങെപ്പോഴും കേട്ട ഹദീസല്ലേ, അവനാക്കിയ സത്കർമ്മ അവന്റെ വീട്ടിക്ക് ഇക്കട, അവന് കൊടുത്ത സ്വതക്ക അവന്റെ വീട്ടിക്ക് ഇക്കട. പിന്നൊന്ന് ഏതേണ്ട് തെരിയണ വലതും സാലിഹുൻ യദ്ഉ ലഹു, ബാപ്പക്ക് മരിച്ചും ബാപ്പക്ക് പേനടുത്ത് വാരക്കട മക്ക. ബാപ്പ മരിച്ചാൽ പിന്നെ ഖബറസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള മക്ക ബാപ്പക്ക് ദ്വാരക്കട മക്ക ഇന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേണ്ട ചെന്നിട്ടിന്നെങ്കിൽ മനുഷ്യ നിന്റെ ഈ 60 വർഷമാ 70 വർഷമാ 80 വർഷമാ 100 വർഷത്തെ ജീവനത്തിലെന്തും ഖബറിൽ ആയിരക്കണക്കിൽ വർഷം കിടക്കുകൊണ്ടുള്ള നിന്റെ ഇതെന്തും മയ്യാവലളാ മോണേ. നീന ഒരു യാത്ര പോണ്ടേ പേരിച്ചോ, 1000 വർഷത്തേക്ക് യാത്ര പോണ്ടേ നീണ്, അല്ലെങ്കിൽ 500 വർഷത്തേക്ക് നീ യാത്ര പോണ്ടേ നീണ്, 100 വർഷത്തിൽ ആക്കി ബീച്ചത് നീണ് എടുത്തും പോയേണ്ട കണ്ടെങ്കിൽ 1000 വർഷം അവിടെ കാണാൻ മുന്നുള്ളത് തീർന്നു പോവലെ മനുഷ്യ. ഖബറിൽ നീ കിടക്കട നാളല്ല, നീ ഭൂമിയിൽ ഹയാത്തിൻ്റെ കാലം മാത്രം 60 വർഷമല്ല ഖബറിൽ കിടക്കടത്. എത്രമോ വർഷം ആറടി മണ്ണിൽ കിടക്കട സന്ദർഭത്തിൽ നിന്റെ നിസ്കാരവും നിന്റെ ഹജ്ജും നിന്റെ നോമ്പും നിന്റെ സകാത്തും നിന്റെ സകലമാന സത്കർമ്മവും കുമ്പോയെങ്കും അത് സമയത്ത് മയ്യാവുല്ലളാ. അതുകൊണ്ട് ഹയാത്തിന്നങ്ങ നിൽക്കുവാരക്കണോ, ഹയാത്തിന്നങ്ങ നിൽക്കുവാരക്കണോ. നീ മരിച്ചാൽ പിന്നെയും കിട്ട പോലത്തെ പ്രതിഫല കിട്ട പോലത്തെ
ഉസറാക്കി പോണെന്നാണ്. പടച്ച തമ്പുരാന്റെ പള്ളിക്ക് സഹായാക്കിയെങ്ക, അതിര ഡൂറുക്ക് സഹായാക്കിയെങ്ക, ഒലുവെടുക്കട ഹൗലുക്ക് സഹായാക്കിയെങ്ക, മദ്രസത്തുക്ക് സഹായാക്കിയെങ്ക, അങ്ങനെ മക്കളെ പഠിപ്പട വിദ്യാഭ്യാസத்துக்கு അവരുടെ സഹകാറാക്കിയെങ്ക, പാവത്തങ്ങളെ സഹായാക്കിയെങ്ക, പാവത്തങ്ങൾക്ക് അതേപോലെ അക കെട്ടി കൊടുത്തിട്ടിന്നെങ്ക, യതീമുക്കും വിധവകും നീ സഹായാക്കിട്ടിന്നെങ്ക, നീ മരിച്ചാൽ പിന്നെ കബറിൽ കിടന്നപ്പോ നീ മുസല്ല കൊടുത്തിട്ടിന്നെ മുസല്ല നിസ്കരിക്കടങ്ങ ഉള്ളത് നിക്ക് പരിചയമില്ലാത്തങ്ങ, നിന്റെ പരിചയമില്ലാത്തങ്ങ പടച്ചവനെ നീ കബറിൽ കിടക്കുമ്പോഴത്തേക്ക് നിന്റെ മുസല്ലള്, നിന്റെ കാർപെറ്റുകള്, നിന്റെ ഗ്രാനൈറ്റിലും നിന്റെ ടൈൽസിലും നിന്റെ നിസ്കരിക്കടങ്ങ ഉള്ളത് അത്ര കൂലി നിക്ക് എത്തിയോണ്ടിക്കിറള ഹൗലുക്ക് സഹായാക്കിയെങ്ക ഒലു എടുത്തങ്ങളെ ഒലുവിടെ കൂലി നിക്ക് കിട്ടറ്. ആ ഒലു കൊണ്ടിട്ട് ഖുർആൻ ഓദ്യങ്ങളെ കൂലി നിക്ക് കിട്ടറ്. ആ ഒലു കൊണ്ടിട്ട് നിസ്കരിച്ചങ്ങളെയും നേത്തിക്ക് ആവതയിച്ചങ്ങളെ കൂലിയെല്ലാം നിക്ക് കിട്ടിയോണ്ടിക്കട. പാവത്തവണുറാക കെട്ടി കൊടുത്തേണ്ട കണ്ടെങ്കിൽ അള്ളാഹു അവിടെ നിസ്കരിക്കട നിസ്കാരവും സത്കർമ്മത്തെ പ്രതിഫലം നിക്ക് കിട്ടിയോണ്ടിക്കട. നിന്റെ മക്കളെ സാലിഹ്യങ്ങളാക്കിയേണ്ട കണ്ടെങ്കിൽ ആ മക്കളെയും ഉപകാരം നിക്ക് ഖബറിലങ്ങനെ കിട്ടിയോണ്ടിക്കറള. ഒന്നു കേക്കട്ട നന്റെ പളക്ക കേക്കട സഹോദരി പെങ്ങളെ, നന്റെ പളക്ക കേക്കട ഉമ്മ, നന്റെ പളക്ക കേക്കട രക്ഷിതാക്കന്മാരെ, അള്ളാഹു നിക്ക് മക്കളെ തന്നറാ. ആണുമക്കളെയും തന്ന, പെണ്ണുമക്കളെയും തന്ന, മക്ക ഇല്ലാത്തെങ്ക മക്കളെ ബലകുന്തുള്ളര് അല്ല നിക്ക് മക്കളെ തന്നിട്ടിക്കുമ്പത്തുക നീ തന്നെ മക്കളെ യന്ത്രാക്കിയളാ. നിക്ക് അല്ല തന്ന മക്കളെ നീ യന്ത്രാക്കിയ ഒന്ന് ചെല്ലമാ. നിന്റെ മക്ക നീ മരിച്ചൽ പിന്നെ ഒരു ക്വസ്റ്റൻ കേക്കട്ട. നീണ ഇണ്ട് ജാവു കൗത്തുല് പോയിട്ട് വാളും ദഫ്ഫുടെ മജിലിസെല്ലാം കഴിഞ്ഞാൽ പിന്നെ ദഫ്ഫുടെ സ്പർദ്ധെല്ലാം കഴിഞ്ഞാൽ പിന്നെ നീ നിണ്ട ഒത്തുകു പോയിട്ട് വറങ്ങട സന്ദർഭത്തില് ബെൽക്കിരിയെല്ലാം ബന്ധാക്കിട്ട് സ്വിച്ചെല്ലാം ഓഫ് ആക്കിയിട്ട് ചിമ്മള ലാസ്റ്റ് ഗായത്തുള്ളു കുറിച്ച് മതിതെല്ലാം ഓതിട്ടെല്ലാം ഓതിയാൽ പിന്നെ തലങ്ങളുടെ മേൽക്ക് ഇങ്ങനെ കൈ ബേച്ചിട്ട് അതല്ലെങ്കിൽ തല ബേച്ചിട്ട് കിടന്നിട്ട് ഒന്നു നീണ് കണ്ണു മുച്ചിട്ട് ആലോചനാക്കണം. അല്ലാഹു തആല നിക്ക് തന്നെ ആണമക്ക, അല്ലാഹു നിക്ക് തന്നെ പെണ്ണുമക്ക. അകസ്മാത്ത് ഇണ്ട് ജാവുക നീണ് ഉറങ്ങിട്ട് അവിടെ കേക്ക് മരിച്ചു പോയെങ്ക, സുബൈക്ക് നിന്റെ കൊണ്ട് എണിക്കുക ആവാത്ത പരിസ്ഥിതി വന്നെങ്ക, നിന്റെ മക്ക നാളെ നീ മരിച്ചപ്പോ നിന്റെ മക്ക നിക്ക് ഖുർആൻ ഓതുവറ, നിന്റെ മക്ക നിന്റെ മയ്യത്ത് കുളിപ്പാട്ട് വറ, നിന്റെ മക്ക നിന്റെ കഫനാക്ക് വറ, നിന്റെ മക്ക നിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്ക് വറ, നിന്റെ മക്ക നീ മരിച്ചൽ പിന്നെ നിക്ക് ഖുർആൻ ഓതി ദുആ ആക്ക് വറ, നിന്റെ മക്ക നിന്നെ മരിച്ചൽ പിന്നെ നിന്റെ ഖബർ സ്ഥാനത്തേക്ക് വന്നിട്ട് നിൽക്കുന്നു സലാമ ചൊല്ലുവറ. വെള്ളിയാസറുണ്ട് നിന്റെ മക്ക വന്നിട്ട് പള്ളിയിൽ വെച്ചെടുക്കുക യാസീനോതിര് നിൽക്കുക ആരക്ക് വറ. പെരുന്നാളിടണ്ട് നിസ്കാര കഴിഞ്ഞ ബർത്തുക നിസ്കരിക്കടാക്കാണ് മുന്നൊളുക. നിന്റെ കാലയുടെ ഭാഗത്തും തലയുടെ ഭാഗത്തും കുത്തി വെച്ചിട്ട് മീസാന് കല്ലുണ്ടല്ലേ അതിന്റെ ഭാഗത്ത് നിന്നിട്ടൊന്ന് സലാമ ചൊന്നത് ആരക്ക് വറ. നീന് മരിച്ചൽ പിന്നെ നിന്റെ മക്ക പള്ളിയിൽ വന്നിട്ട് ഉസ്താദേ, ബാപ്പ മരിച്ചത് ബാപ്പയുടെ പേരിൽ ഹദിയ ഉസ്താദേ, പള്ളിക നന്റെ മുസ്ഹാഫ് ഉസ്താദേ, പള്ളിക മദ്രസത്തെ ബുക്ക് ഉസ്താദേ, പള്ളിയുടെ ഡോറ് നന്റെ ബഗൽ ഉസ്താദേ, മിനാറ നന്റെ ബഗൽ ഉസ്താദേ, ഫാന് നന്റെ ബഗൽ ഉസ്താദേ, പൈന്റിങ് നന്റെ ബഗൽ ഉസ്താദേ, കാർപ്പറ്റ് നന്റെ ബഗൽ ഉസ്താദേ. ഇതിന്റെ കൂലി നന്റെ ബാപ്പക്ക് കൊടുക്കുക വേണായിട്ട്, ഇതിന്റെ കൂലി നന്റെ ഉമ്മക്ക് എത്തുക വേണായിട്ട് ദ്വാരക്കുറു ഉസ്താദേ. അങ്ങനെ നിന്റെ മക്ക ചെല്ലുവറള. എത്ര കടാക്കിട്ട് നീ അക കെട്ടിയ, എവിടെയുള്ള ബഡ്ഡികൾ എടുത്തിട്ട് നീ അക കെട്ടിയ, ചന്തത്തെ അക കെട്ടിയ മനുഷ്യ, നീ കെട്ടിയ ഊത്തുളി എത്ര നാള് കിടക്കുകൊണ്ടു ചെളുടെ ചിന്ത നീയാക്കിരെ. ഒന്നു കേക്കട്ട, ദച്ചിട്ടിക്കട പ്രതി ഒരു മനുഷ്യരൊന്നാണ് പിന്നെയും കേട്ടോണ്ടുള്ളത്. ബന്നത്ര ഇന്നും പോവുകൊണ്ടു ചെന്നു നീ പേരിച്ചിരേ, ബന്നത്ര ഇന്നും പോവുകൊണ്ടു ചെന്നു നീ പേരിച്ചോണ്ടുള്ളേ. അള്ളാഹു നിക്ക് 20 വർഷ ആയുസ് ഇണ്ട് തന്നിട്ടിന്നെങ്കിൽ ഇണ്ട് വയസ്സ് നിന്റെ 20 കൊണ്ട് കണ്ടെങ്കിൽ ഇന്നും 20 വർഷ വയസ്സുണ്ടു ചെന്ന് നീ പേരിച്ചിട്ടുള്ളേ. അള്ളാഹു നിക്ക് 50 വർഷം തന്നിട്ടുണ്ടെങ്കിൽ ഇന്നും 50 വർഷം എനക്ക് ആയുസുണ്ട് പേരിച്ചിട്ടുള്ളേ. 60, 65, 70, 75 വർഷ വയസ്സായ ആളും മാറി സദസ്സിലുള്ളേ. അള്ളാഹു നിക്ക് ഇന്നും 75 വർഷ വയസ്സ് തണ്ടാണ്ട് നീക്കിന കണ്ടോണ്ടുള്ളേ. ഇല്ല മനുഷ്യ,
നാളത്തെ സൂര്യോദയ ആര് തീണ്ട് ഗൊന്തില്ലളാ, നാളത്തെ സൂര്യോദയ ആറ് നോക്കുകൊണ്ടോണ്ട് ഗൊന്തില്ലളാ മോനെ. മരണച്ചെല്ലത് അത്ര മുട്ടത്തിൽ ഞങ്ങളെ വിട്ടുകിക്കട സന്ദർഭത്തിലും സമയത്ത പടച്ചവനെ ചെന്നല്ല ಬೆಳ್ಳಿಯಾಸಂಡ ಜುಮಾತೆ ಪಂಡತ ಪ್ರತೀತಿ ಅಂಗನಯಂತ ಅಂಡತ ಸಂಸ್ಕೃತಿ ಅಂಗನಯಂತ അല്ലാഹുവേ ജണ്ടിനെ ഖുതുബ കൽഞ്ഞൽ പിന്നെ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തൊരു ദുആ ഉണ്ടുള്ള ഒരു ദുആ കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ വട്ട ഖതീബ് ഉസ്താദ് അൽ ഫാത്തിഹ ചന്ദ്ര ഫാത്തിഹ വിളിക്കട രണ്ടാമത്തെ ദുആരക്കട ഫാത്തിഹ ഓതിര ദുആരക്കട റബ്ബേ ഇതർ പ്രതിഫലം ഞങ്ങളെ പാത്രാടി പള്ളിയുടെ പരിസരത്ത് ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള ആളുമാരെ ഖബറുക ഇതിരെ മിസ്ൽ സവാബ് എത്തുപാട്ട് അല്ലാ. ഈ സദസ്സിലുള്ള എൻ്റെ പിരിസത ബാപ്പന്മാരെ ഇന്നും ഒരു ക്വസ്റ്റ്യൻ നിന്റെ വിട്ടിക്ക് കേട്ടാ, നീന് വെള്ളിയാസണ്ട് ജുമാനസ്കാര കഴിഞ്ഞൽ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിരേ, ഒന്ന് തിരിഞ്ഞു നോക്കിരേ. ചെമ്മാളുമാർ പള്ളിയുടെ ഓടിയോണ്ടുള്ളവർ എവിടെ ടങ്കും കൊന്തില്ല അല്ല കുറെ പാലക്കാറുള്ളവർ പള്ളിക്ക് വേണ്ട നിസ്കാരം കഴിഞ്ഞപ്പുറത്ത് ഓട്ട നോക്കണം. ബേജാറാക്കണ്ട ചെല്ലതില് ഈ കാറ് ഈ ഹൈവേയിൽ അല്ലെങ്കിൽ റോഡിൽ കാറ് പോകുമ്പോഴത്തേക്ക് ബൈക്ക് പോകുമ്പോഴത്തേക്കു ഈ നായ് ഓടുപാട്ട് നോക്കിയിട്ടറിയാ അല്ലേ കുരൽ മറ്റ നായ് അവനെ നായ് ഓടുപാട്ട് ചെന്നിട്ട് കടിക്കു ചെന്ന് ആക്സിലേറ്റർ കൊടുത്തെന്ന് കണ്ട പിന്നെ കണ്ണിയിലേക്കോ പോയിട്ട് കാറിന്റെ പിറകിൽ നായ് ഓടുപാട്ട്. നീನು നായ് ಬಂತು ചെന്നിട്ട് പേടിക്കണ്ട് ബ്രേക്ക് ചവിട്ടിടന്ന് നീപ്പാട്ടുള്ള നീನು നായിടാ അതൊക്കെ പോണ്ട് അത് ഓടുപാട്ടി ബണ്ട ശൈലി കാണുമ്പോഴത്തേക്ക് പേരിക്കൊണ്ടത് ബൈക്കടെയും കാറിന്റെ ഒട്ടിക്ക് മുഴുങ്ങിട്ട് പോകുന്നുണ്ട്. അത്ര അർസത്തിൽ ബണ്ട് ഓടുപാട്ടിയുണ്ട്. നീ ഒന്ന് ബ്രേക്ക് ചവിട്ടി നിപ്പാട്ടി നോക്കൂല, അത് നിന്റെ ബൈക്കരമാ നിന്റെ കാറമ്മ മൂസിട്ട് സമയത്ത് നോക്കില്ല, അത് അത്ര ആൾക്ക് പോണ്ട്. ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ನಾನು ಎಂದಿಗೂ ಒಂದು ಓಡುಪಾಟ್ರಿ ಉಂಟು, ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ಎಂದಿಗೂ ನಾನು ಇತರ ದೂರത്തിൽ ഓടുപാട്ടി ഉണ്ട്, ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. അങ്ങനെ കുറെ പാലക്കാർ അവസ്ഥ ബേജാറാക്കിരണ്ട ചെല്ലതില് പള്ളിയുടെ ഓടുക എവിടെ കണ്ട അവನಿಗೆ ಗೊತ್ತಿಲ್ಲ. പണിയുണ്ട പണി എന്തില്ല, ഔത്തുക്ക് പോണ്ട ഔത്തുക്കും എത്തില്ല. എവിടെങ്കു കുറുപ്പാത്തിനോട് കട്ടല മോരില എവിടെങ്കു പൊളിക്കട്ട റിക്ഷല ഹോട്ടലിലെ സൈഡിൽ തെച്ചിട്ട് 6 എണ്ണ ഒട്ടിക്കട എന്തുകളെ നീ ഓടിയും വന്നേ ಬೇರ್ತೆക്ക് പള്ളിയിലൊന്നും തെക്കും പോലെ ഇല്ല. കുറെ ഉണ്ടങ്ങത്തെല്ലാം ചെല്ലൊക്കെ വേണമായിട്ട് ನಾನು കേക്കടെ ആ ഓഡ്ര കൂട്ടത്തിൽ നിന്റെ മോണുള്ളടാ. ആ ഓഡ്ര കൂട്ടം ഒരു പാർട്ടി, അങ്ങനെ ഓഡ്ര പാർട്ടി. ഈ ഓഡ്ര പാർട്ടിയിൽ നിന്റെ മക്ക ഉള്ളാണ്ട് കണ്ടെങ്കിൽ നീ എന്താക്കിട്ടും പ്രയോജനമില്ല. വേസ്റ്റ് നിന്റെ ലൈഫ്. നിസ്കാര കഴിഞ്ഞിട്ട് ഓഡ്രങ്ങളെ കൂട്ടത്തിൽ നിന്റെ മക്ക ഉള്ളാണ്ട് ഔത്തുക്ക് പോയിട്ട് ഫസ്റ്റ് ഞങ്ങളെ കാതര കുട്ടി പിടിക്കടേ എന്തുകളെ ഓടിയും വന്നേ നീണ് എന്തിനവണി എന്ത് നിക്ക് എന്തേ അവിടെ ഓതിരു ഉസ്താദ് രണ്ടാമത്തെ ദുആത്തിൽ ഫാത്തിഹ ഓതിരു ദുആരക്കടെ നന്റെയും നിന്റെയും അജ്ജയുടെ പേരിൽ നന്റെ പേരിൽ ദുആരക്കുമ്പോൾ നീ ആമീൻ ചൊല്ലകില്ലെങ്കിൽ നന്റെ ഔത്തിൽ നീ ദൈക്കരെന്തുക്ക് നക്ക് ബാനായിട്ട് ബാപ്പക്കും ഉമ്മക്കും ദുആരക്കടെ സന്ദർഭത്തിൽ ആമീൻ ചൊല്ലകു നീ പള്ളിയിലില്ലെങ്കിൽ നിനക്ക് അത്ര മനസ്സില്ലെങ്കിൽ ഒരു 2 നിമിഷം പള്ളിയിൽ ദൈക്കുക നിനക്ക് പുറസത്തില്ലെങ്കിൽ ഈ ഔത്തിൽ നീ ദൈക്കരെന്തുക്ക് നന്റെ ആഹാരം നീ എന്തുക്ക് തിന്നിട നീണ് എന്നൗത്ര പിത്തൽക്ക് പറവു തീര നീ ഇത് നണ്ടക ഇത് അത്ര ആണത്വത്തോടു കൂടെ ചൊല്ലുടെ പവർ പാപ്പട വിട്ടിക്ക് വേണോ ഉണ്ടാ ഞങ്ങളെ അവസ്ഥ. ധൈര്യം ഉണ്ടാ നിക്ക് നീന മൂത്ത് മരിച്ചെങ്കിൽ നിന്റെ മക്ക നിക്ക് ഖുർആൻ ഓതി ഇത് ഹദിയാക്കുവാറുണ്ട്. ധൈര്യം ഉണ്ട നിക്ക് നീന മരിച്ചാൽ പിന്നെ നിന്റെ മക്ക നിന്നെ മേലെ മയ്യത്ത് നിസ്കാരത്തേക്ക് ഇമാമത്ത് നിക്കുവാറ് ചെന്നിട്ട് ഖബർസ്ഥാനത്തിൽ ബന്ധു വാർത്ത് കുറുക്കെങ്കിൽ ഒരു ഫാത്തിഹ ഓതിട്ട് നിന്റെ മക്ക നിക്ക് സലാമ് ചൊല്ലു ധൈര്യം ആറ് കൊണ്ടൊന്ന് കൈയുദ്ധാക്കി ആക്കുറു വേണമെങ്കിൽ കൈയുദ്ധാക്കണ ചെന്നെ മാത്രം അവർ ചന്തത്തേക്ക് ചെന്നേ ആർക്ക് ധൈര്യം ഉണ്ടെന്ന് എൻ്റെ മക്ക നാ മരിച്ചാൽ പിന്നെ കനിഷ്ഠ പക്ഷെ വാർത്തു കുറുക്കെങ്കും പള്ളി വന്നൊരു യാസിനൊത്ത് ദ്വാരക്കുറച്ചുള്ള ധൈര്യം ആർക്കുണ്ട്. പിന്നെന്തുകളാ നീ മക്കളെ ബൽത്തിയെ എന്ത് മക്കളെ ബൽത്തിയെ എഞ്ചിനീയറും ഡോക്ടറും ലോയറും സയൻറ്റിസ്റ്റും അവർക്ക് വേണമായിട്ടാ അതെല്ലാം അഗത്യ അനിവാര്യ. ഞങ്ങളെ മക്ക ഡിപ്പാർട്ട്മെൻറ്റിൽ വേണോ, ഗസറ്റഡ് ഓഫീസർമാർ വേണോ, ഭൂ ഇലാഖയിൽ വേണോ, ഖനി ഇലാഖയിൽ വേണോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ സമുദായത്തെ ആൾമാർ അത്യഗത്യ അയങ്ക ഏതാ എങ്കും നാളെ ആഹ്റത്ത് ഉപ്പക്കാറ കിട്ട പോലത്തെ മക്കാവണോ. യാസീൻ ഓതാത്ത നീ മരിച്ചാൽ പിന്നെ നിനക്ക് ദ്വാരക്കട പോലത്തെ ദ്വാരക്കില്ലാണ്ട് കണ്ടെങ്കിൽ ആ മോണു ലോയറായെങ്കെന്തേ എഞ്ചിനീയറായെങ്കെന്തേ പൈലറ്റായെങ്കെന്തേ എണ്ണ മണ്ണായെങ്കെന്തേ എന്ത് കതിര ബൽത്തരേ ಅದರ ಬಲ್ತ್ರಕಾಣ ഇവിടെ ಬಾಳೆ ನಟ್ಟಿട്ട് തണ്ണി ബീത്തിരണ്ട് കണ്ടെങ്കിൽ നിനക്ക് ബാളെ എങ്ങനെ തിന്നണ്ട അത്തങ്ങ് ഉപകാര കിട്ടാത്ത ഉപകാര ഇല്ലാത്ത മക്കൾ എന്തൊക്കെ ബൽത്തിയ നീണ് ചുമ്മുണ്ട് ചൊല്ലുകയുണ്ട് ഗാഞ്ചത്തെല്ലാം കാല അവിടെല്ലാം ഈ ഭാഗത്തെല്ലാം അങ്ങനെ ഇക്കലാണ്ട് പേരിക്കടെ ബാരി സമുദായം എവിടെ ഉണ്ട് അവിടെല്ലാം നിറഞ്ഞു പോയിട്ട് റബ്ബേ പളക്ക പറയും പോലെ നിങ്ങൾ വാദിച്ച നിങ്ങൾ ലൈവിൽ കേട്ടിട്ട് പിറ്റാണ് സഭയ്ക്ക് കോള് ജാഗ്രത ആക്കണോ ഗാഞ്ചത്തെ വിസ പളക്ക പറഞ്ഞെങ്കിട്ട് ഇങ്ങനത്തെ എല്ലാ പരിസ്ഥിതി ഉണ്ട്. എപ്പോൾ ഞങ്ങൾ സുധാരുടെ ഒരു ഡേറ്റ് ബൈക്കറു സുധാരുടെ ഒരു ഡേറ്റ് ബൈക്കറു എപ്പോൾ ഞങ്ങളെ ഈ സമുദായത്തെ മക്കളെ ബാലക്കറ സുധാർ പാട്ടറേ ചുമ്മ ഉണ്ട് ചൊല്ലുക പോയെങ്കിൽ അപ്പം കനിഷ്ഠ പക്ഷ പഴയ സംസ്കൃതിക്ക് പല ഇസ്ലാമുക്ക് ഞങ്ങൾ തിരിച്ചു പോകണോ, പല ഇസ്ലാമുക്ക് ഞങ്ങൾ തിരിച്ചു പോകണു. വേറെ തെരുവില്ല
നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദുആ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പാട്ടിയത്. ആ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ നിങ്കൊന്തുണ്ടല്ല ഫാത്തിഹ ചെല്ലത് പരിശുദ്ധ പരിശുദ്ധ ഖുർആനുടെ താക്കോളായിട്ട് ഇവിടെ ഫാത്തിഹ ചെല്ലത്. ഫാത്തിഹ ഊതിൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലൊരു സൂറത്ത് നിങ്ങളൊരു മോദ്രതല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിരേണ്ടി തരതുക്കുള്ള പവരത്രേണ്ട് നിക്ക് തെരിയണ. ഒരു നാള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൽ ഖുബായുടെ പള്ളി നിങ്ങളെല്ലാവരും കേട്ടിട്ടിക്കുവാർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ശനിയാസരണ്ടും എല്ലാ വാരത്തെ ശനിയാസരണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് മസ്ജിദുൽ ഖുബാ സിയാറത്താക്കിയോണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസിൽ കാണ്ട് അത്രയും പവിത്രമായ പള്ളി. ആ പള്ളിക്ക് ഒരു സ്വഹാബിയുടെ ഇമാമത്തായി നിപ്പാട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വഹാബിയതാ എല്ലാ 5 വക്ത് നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയൽ പിന്നെ ആ റായത്ത് ഇമാമു റായത്ത് ഖതീബ് ഉസ്താദായിട്ടുള്ള സ്വഹാബിയതാ എല്ലാ 5 വക്ത് നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ചെല്ലുന്ന സൂറത്ത് ഓതുറു. അതിൽ പിന്നെ വേറെ സൂറത്ത് ഓതുറു. ഞങ്ങൾ റായത്തിൽ വന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് ഖതീബ് ഉസ്താദ് ഓതുറല്ലേ. അങ്ങനെ അയാൾ അങ്ങനല്ല, എല്ലാ ഫാത്തിഹത്തെയും സൂറത്തെയും ഇടൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 5 വക്ത് നിസ്കാരത്തിലും ഫസ്റ്റ് 2 റക്അത്തിൽ ഫാത്തിഹ ഓതിയൽ പിന്നെ സൂറത്ത് ഓതുറക്കാണ് ഇടൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ നാളിലും എല്ലാ 5 വക്തിലും അതേപോലെ ആക്കിയോണ്ടിന്ത് സ്വഹാബത്ത് ബാക്കി സ്വഹാബത്ത് രംഗ ചെന്നർ ഉസ്താദേ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഒരു നിസ്കാര പഠിപ്പാട്ടിട്ടില്ല. ഫാത്തിഹയിൽ പിന്നെ വേറെ ഒരു സൂറത്തിലെ ഇടലൊരു ഖുൽ ഹുവല്ലാഹു അഹദ് 5 വക്തിലും ഓതുന്നത് പോലെ ഇങ്ങനത്തൊരു നിസ്കാര പുണ്യ ഹബീബോടി പാട്ടിട്ടില്ല. ഞങ്ങൾക്കാരും അത് ചെന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ പുതിയതൊന്ന് തുടങ്ങിയ മാണ്ട് കേട്ടപ്പോ ആ സ്വഹാബി അതൊന്നും കാതുക കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അങ്ങനെ മേയാക്കിയോണ്ടിന്ത് അങ്ങനെ 6ായത്തെ ജമാഅത്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടപ്പെട്ട് കംപ്ലൈന്റ് ആക്കിയത് യാ റസൂലല്ലാഹ് ഞങ്ങളെ റായത്തുക്ക് ഞങ്ങൾക്ക് ഖതീബായിട്ട് നിയമക്കാക്കിയ നിങ്ങളെ ആ സ്വഹാബി ഉണ്ടല്ലോ നബിയെ, നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഞങ്ങൾ കണ്ട നബി. അങ്ങനെ ഒരു നിസ്കാരം നിങ്ങൾ നിസ്കരിക്കില്ല, നിങ്ങളെ കാണയാറ് ഫാത്തിഹൽ പിന്നെ സൂറത്ത് ഓദ്ര ഇടലൊരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയോണ്ടുണ്ട് നബിയെ. അങ്ങനെ ചൊപ്പം അല്ലാഹുവിൻ്റെ റസൂൽ അത് തപ്പൂണ്ടും ചൊന്നില്ല, അത് സമാണ്ടും ചൊന്നില്ല. എന്തും ഒന്നും കേൾക്കാത്ത ആ സ്വഹാബിയുടെ വെളിപ്പാട്ട് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ സ്വഹാബിയിൽ കേൾക്കട സ്വഹാബ ഇങ്ങ ഒരു ദൂറ് തന്നത് അത് സമമാ സ്വഹാബത്തെ ഒക്കു നബിയേണ്ട് ചൊന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബത്തിൽ കേൾക്കട എന്തുകളാ നീ അങ്ങത്തത് നീ ആറാക്കിയോണ്ടുള്ളത് നാണ് പഠിപ്പാട്ടാത്തത് പുതിയതൊന്നും എന്തൊക്കെ നീ ആറാക്കിയുണ്ട് കേട്ടപ്പോ ആ സ്വഹാബി ചൊല്ലി ഇന്നീ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്ത് നിനക്ക് വല്ലാത്ത പിർസ നബിയെ, വല്ലാത്ത ഇഷ്ട നബിയെ. അതുകൊണ്ട് നാണ് യാറ ചൊല്ലകു കാരണാണ്ട് നബിയെ. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ അത് ഇന്ന് വേണ്ടാണ്ട് ചെന്നില്ല. ബദലക ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്തിലെ പിരിസപ്പാടുണ്ടല്ലേ, അത് നിന്റെ സ്വർഗത്തേക്ക് കടത്തിറ് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് അത്രയും പവിത്രമായ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്ത് ഓതുമ്പത്തുകോ നിന്റെ മോണ് പള്ളിയിലില്ലടാ. ഏത് മുസീബത്തും ഏത് ബലാത്തും ഏത് സീറും ഏത് കണ്ണേറും എന്ത് മാത്ത മന്ത്രവും ബാത്തില അവിടെ പോലോത്തെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ചെല്ലുന്ന 2 സൂറത്ത് അത് ഓതുമ്പത്തുകോ നിന്റെ മോണ് പള്ളിയിലില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് ദ്വാരക്കിടെ പടച്ച റബ്ബെ ഇതിരെ കൂലി സവാബ് മരിച്ചു പോയ ഉമ്മ ബാപ്പ കൂട്ടുകുടുംബത്തങ്ങളെ കബറുകെത്ത് പാട്ട് റബ്ബെ ചെല്ലുമ്പത്തുക്കും നിന്റെ മോണോ പള്ളിയിലില്ലടാ. നീ മരിച്ചൽ മിന്നെയും നിന്റെ മോണോ ആ ഖുർആൻ ഓതിര ദ്വാരക്കുമ്പത്തുക്ക് ആമീൻ ചൊല്ലുക പള്ളിക്കില്ലടാ. എന്തുകളാ ഇങ്ങത്തെ മക്കൾക്ക് നീ ജന്മ കൊടുത്ത നിന്റെ പിരിസത്തെ ഉമ്മ
ഒന്നു കേക്കട്ട, അല്ലാഹു നിക്ക് മക്കളെ തന്നിറല്ലേ, അതിൽ പെണ്ണുമക്കളും അല്ലാഹു നിക്ക് തന്നിറല്ലേ, ആണുമക്കളും അല്ലാഹു നിക്ക് തന്നിറല്ലേ. മഗ്രിബിടെയും ഇശാടെയും ഇടലിന്ന പവിത്രമായ സമയത്തിൽ ഖുർആൻ ഓതുന്ന നാവ് നിന്റെ ഊത്തിൽ എത്ര ഉണ്ടെന്ന് ചെല്ലമാ. പണ്ടൊരു കാല എന്ത്, ഞങ്ങളെ അജ്ജിയുടെ കാല, ഞങ്ങളെ ഉമ്മയുടെ കാല, ഞങ്ങളെ ഉമ്മാമാടെ കാല. ആ കാലത്ത് മഗ്രിബ് ബാങ്ക അവിടെ കാണൊരു കാള് ഗಂಟೆ അരഗಂಟೆ മുന്നോള് ഉമ്മമാർ ಬೇಗ കുളിക്കുവർ, അസർഗെ കുളിക്കുവർ, ഡ്രസ്സെല്ലാം ഇടുവർ. അതേപോലെ മഗ്രിബിടെ കാണൊരു കാള് ഗಂಟೆ മുന്നോള് മുഖമക്കനെയും കമീസും ഇട്ടിട്ട് കയ്യിൽ തസ്ബീഹയുടെ മാലയും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നൊരു ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഹദീസ് തുടങ്ങടക്കാണ്. മുന്നോള് തുടങ്ങട ഒരു നെയ്യത്തിനെ സംബന്ധിച്ച ഹദീസ് ഉണ്ട്. ലാസ്റ്റ് ഹദീസ് നിപ്പാട്ടതാ, കലിമത്താനി സഖീലത്താനി ഫിൽ മീസാൻ خفيفتان على اللسان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. നാവുള് ചൊല്ലുക സുലഭ ഇന്നത് നാളാഖിറത്തിൽ മനുഷ്യരുടെ നല്ലതും പെടക്കും തൂക്കുടെ സന്ദർഭത്തിൽ നല്ലത് ദിന്നാവടത് അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമുള്ളത് ആ രണ്ട് ദിക്റ് ചൊല്ലട്ടാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആ ഉമ്മമാരുണ്ട് ചെന്നോണ്ടിന്നറ് മഗ്രിബ് ബാങ്കായ ഭർത്തക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫറള് നിസ്കരിച്ചിട്ട് പിന്നെയും സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്തെങ്കിലും തെരുടെ പോലത്തെ ദിക്റ് ചെന്നോണ്ട് തസ്ബീഹ് ചെന്നോണ്ട് മുഖമക്കനെ എടുക്കാണ്ട് കമീസ് എടുക്കാണ്ട് നിസ്കാരത്തെ പായ വിട്ടു കൊടുക്കാണ്ട് അവിടമേ ദച്ചോണ്ട് ഇശാ ബാങ്ക് പള്ളിയുടെ എപ്പോ കേക്കിടവിടത്തോളം ദച്ചിട്ട് അല്ലാഹുടെ ഖുർആൻ ഓതിയോണ്ട് മാലയും മൗലിദും പാടിയോണ്ട് അങ്ങനെ ഇശാ ബാങ്ക് കേക്കിറാണ്ട് കാത്തോണ്ട് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആടിട്ടും പാടിട്ടും അങ്ങനെ ചെന്നോണ്ട് ഔത്തിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു മക്ക ഉള്ളറല്ല പൊടി മക്ക ഉള്ളറല്ല അജ്ജിയുടെ മടിയിൽ പോയിട്ട് ഉമ്മയുടെ മടിയിൽ പോയിട്ട് പോന്നിട്ടു ഉമ്മടെ പോലെ കൊഞ്ഞ നാവിള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നോണ്ട് ആടിയോണ്ട് പാടിയോണ്ട് ഇന്നൊരു കാല ഇന്ത് മുസ്ലിമേ. അങ്ങനെ ഇശാ ബാങ്കായ പുറത്തേക്ക് ആ ഉമ്മ ಬೇಗ ഇശാ നിസ്കരിക്കോ, സുന്നത്ത് നിസ്കരിക്കോ, വിത്ര് നിസ്കരിക്കോ. ഒലിമ്പ ഗಂಟೆ കാണുന്ന ലൗത്തിൽ നിന്ന് ചിമിണി പെളിഞ്ഞോണ്ടിന്തല, ഒലിമ്പ ഗಂಟೆ കാണുന്ന ലൗത്തിൽ നിന്ന് ബെൽക്കിരി പൊളിഞ്ഞോണ്ടിന്തല, ഒലിമ്പ ഗಂಟೆ കാണുന്ന ഉണ്ണിട്ടും ഉണ്ണു പാട്ടിടും കള്ളിയിട്ടും ശുദ്ധിയാകട്ടെ. ഒലിമ്പരുടെ കാണുന്ന ലൗത്തിൽ ഉറങ്ങിട്ടായത് പിന്നതാ ബാങ്ക അവിടെ കാണാൻ അരഗಂಟೆ ഒരു ഗಂಟೆ മുന്നോള് ആ ഉമ്മ എണിച്ചെത്ത് ആ പെണ്ണിങ്ങ എണിച്ചെത്ത് കുളിക്കൊകിന്നെങ്ക് കുളിച്ചിട്ട് ഒളുവെടുത്തിട്ട് പടച്ചവനെ ഒമിന ഇല്ലയിലെ ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. അല്ലാഹു കേൾക്കാണ്ടിക്കില്ല, അല്ലാഹു ദുആ ഉത്തര തറാണ്ടിക്കില്ല. പടച്ചറബ് യാറെ ഇഷ്ടപ്പെട്ട സമയം അല്ലാഹുവിന്റെ ഹബീബിടെ മുട്ടവർ സ്വഹാബി കേക്കട് അയ്യു ദുആ വസ്മഉ യാ റസൂലല്ലാഹ്. ಬೇಗ ಉತ್ತರ ಕಿಟ್ಟ ಪೂರ ತುದುವಾಯಪ್ಪ ನಬಿ ಏಂಡು ಕೇಟಪ್ಪೋ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജണ്ട് ചെന്നതിൽ ഒന്നോ തഹജ്ജുദ് സമയത്തിൽ നദുവാ. അങ്ങനെ ജണ്ടറകാത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എല്ലാവരും ഗൂർക്കെ വലിച്ചിട്ട് വറങ്ങട സന്ദർഭത്തിൽ ആ ഉമ്മ എണിച്ചിട്ട് ചിമ്മൽ തെച്ചിട്ട് പടച്ചറബുക്ക് ജണ്ടറകാത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആറക്കട് അല്ലാഹുവേ അല്ലാഹുവേ നന്റെ ഊത്തുള്ള നൈക്കട കൈയുണ്ടോ റബ്ബേ, നന്റെ മാപ്പള നൈക്കടവണോ തമ്പുരാനെ, നന്റെ ബാപ്പട നൈക്കടവണോ തമ്പുരാനെ. അല്ലാഹുവേ സുബൈ ഗണിച്ചിട്ട് പോയവണോ മോന്തി ആമ്പത്തുക്ക് ബണ്ട റബ്ബേ, ആ കൈ നയിക്കാത്ത കയ്യാക്കല്ലേ അല്ലാ, നയിക്കാത്ത രൂപത്തിൽ നിന്ന് രോഗ കൊടുക്കണ്ട റബ്ബേ, നന്റെ മക്കളെ യതീമാക്കണ്ട അല്ലാ, നന്റെ നീ വിധവയാക്കണ്ട നാദാ, നന്റെ കുടുംബത്തെ ബൽതകുബാനായിട്ട് പള്ളിക്കും അങ്ങാടിക്ക് പോയിട്ട് കൈ നീട്ടിട്ട് യാചിച്ചിട്ട് ഭിക്ഷാടന നടത്തിയിട്ട് നന്റെ മക്കളെ ബയറ് നിറക്കട പോലത്തെ ഗതികേട് തറണ്ട അല്ലാ. ആ ഉമ്മതുവാരം നോണ്ടിന്തള, ആ പെഞ്ഞ ഇതുവാരം നോണ്ടിന്നല. അങ്ങനെ സുബൈ ബാങ്കായപ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം മുഅദ്ദിൻ ഉസ്താദ് അങ്ങനെ ചെല്ലട സന്ദർഭത്തിൽ പടച്ചവനെ സദഖതാ വബരിർതാ ഉമ്മ ഉത്തര ചെന്നോണ്ടിന്ത് ബാങ്ക് ഉത്തര കൊടുത്തോണ്ടിന്ത്. സുബൈ നിസ്കാര കഴിഞ്ഞിട്ട് എത്ര വേഗത്തിൽ അതാ ഉമ്മ എണിച്ച് സുബൈ നിസ്കാര കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കുനൂത്ത് സുബൈ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീ
ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. പടച്ചവനെ നന്റെ നീ ആഫിയത്തിലാക്ക് തമ്പുരാനെ, നന്റെ ഹിദായത്തിലാക്ക് തമ്പുരാനെ. നിന്റെ കാര്യമല്ല നിന്റെ മേളിൽ ബറവസ തന്നോട്ടുള്ള റബ്ബ് നീ അത് പൂർത്തിയാക്ക് തമ്പുരാനെ. വഖിനി ശർറ മാ ഖളൈത്. നീ എന്തെല്ലാം ഷർറും എന്തെല്ലാം ബുദ്ധിമുട്ടും രോഗവും മാറക്ക രോഗവും ആഫത്തും മുസീബത്തും കണക്കാക്കിട അല്ലാഹു നീ കണക്കാക്കിയത് തട്ടകു നിന്റെ കൊണ്ട് മാത്രം തമ്പുരാനെ. നിന്റെ നീ വിധിച്ച ഷർറിൽ നിന്നിട്ട് നീ നിന്റെ കാക്ക് തമ്പുരാനെ. അങ്ങനെ കുനൂത്തോതിര് ദ്വാരന്നിട്ട് അല്ലാഹുവേ സുബ്ഹാനസ്കാര കൽഞ്ഞൽ പിന്നെ ദിക്റും തസ്ബീഹും ചെന്നിട്ട് തെല്ല ഖുർആൻ ഓതിട്ട് ഔത്രങ്കല്ല ദ്വാരന്നിട്ട് പിന്നെ കിച്ചനയുടെ ഉൾഗത്തുക പത്തിയങ്ക എല്ലാ സ്വറവും ആക്കിയിട്ട് നിന്റെ ഔത്തിൽ ഫസ്റ്റ് എണിക്കിടാള് നിന്റെ പെഞ്ഞൈ നിന്റെ ഉമ്മ, നിന്റെ ഔത്തിൽ ലാസ്റ്റ് വറങ്ങിടുതും നിന്റെ പെഞ്ഞൈ അതല്ലെങ്കിൽ നിന്റെ ഉമ്മ. അങ്ങനെ ദൈനംദിന ആക്കണ എല്ലാ സ്വറവും ആക്കിയോണ്ടിന്ത് 95 വർഷത്തോളം നിന്റെ ഉമ്മ മിഞ്ചിറള. ക്യാൻസർ ചെല്ലുടെ രോഗം നിന്റെ ഉത്തര പരിസരത്തേക്ക് വന്നിട്ടില്ല. നിന്റെ ഉമ്മ 5, 8, 10, 12 മക്കൾക്ക് ജന്മ കൊടുത്തുള്ള ആ ഉമ്മയുടെ വയറ് കീറിയിട്ടില്ലടാ. ആ ഉമ്മ ഹോസ്പിറ്റലിലെ കണ്ടിട്ടില്ലടാ. ആ ഉമ്മക്ക് സിരിഞ്ച് കൊടുത്തിട്ടില്ല. ആ ഉമ്മയുടെ ഒരു ഡോക്ടറും ടെസ്റ്റ് ആക്കിയിട്ടില്ല. ആ ഉമ്മയുടെ വയറ് കീറിടിക്കിട ഒരു ബലിച്ചെറുകിട പോലത്തെ പരിസ്ഥിതി വന്നിട്ടില്ലടാ. 10, 12 മക്കൾക്ക് ജന്മ കൊടുത്ത ഉമ്മ 95 വർഷത്തോളം 6ാമത്തിൽ മിഞ്ചത്ത് മരിക്കട കാണാം. ഒന്നുള്ള മരണത്തെ സൂചന ആ ഉമ്മക്ക് എത്തിയോണ്ടിന്ത്, മരണത്തെ ശുഭവാർത്ത കിട്ടിയോണ്ടിന്ത്, പുതിയ പുതിയ വിഷയുള്ള പളക്ക പറയുക തുടങ്ങിയോണ്ടിന്ത്, മക്കളെയും കുടുംബത്തങ്ങളെ മുട്ട ബീച്ചിലെ മുസിയത്തല്ലാക്കിയോണ്ടിന്ത്. ഒരു നാള് മലക്കുൽ മൗത്ത് പണ്ട സന്ദർഭത്തിൽ കിടന്നുറങ്ങിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മലക്ക് മലക്കുൽ മൗത്ത് പണ്ട സന്ദർഭത്തിൽ പേടിച്ചില്ലള. അല്ലാ തഖാഫു വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. സ്വർഗത്തെ ഗുഡ് ന്യൂസുമായിട്ട് മലായികത്തങ്ങ വന്നപ്പോ സന്തോളത്തിൽ ചിരിച്ചോണ്ട് ആ ഉമ്മ യാത്ര പോയിട്ട് മോണേ. ആ ഉമ്മടെ മരിച്ചൽ പിന്നെ ആ ഉമ്മടെ കുളിപ്പാട്ട സന്ദർഭത്തിൽ പെങ്ങളെ, ആ ഉമ്മടെ മയ്യത്ത് കുളിപ്പാട്ട സന്ദർഭത്തിൽ പെണ്ണ്, ഉമ്മടെ ഒട്ടിಗೆ ഉമ്മൗത്തിൽ നിസ്കരിച്ചോണ്ട് നിസ്കാരത്തെയും ദിക്റുടെയും തസ്ബീഹുടെയും തഹജ്ജുദ് നിസ്കാരത്തെയും മയ്യത്ത് നീ കുളിപ്പാട്ടില്ലേ? ആ ഉമ്മടെ കഫനാക്കട സന്ദർഭത്തിൽ ഉമ്മടെ സകലமான ഇസ്ലാമിന്റെ സംസ്കൃതിയും നീ കഫനാക്കില്ലേ? ആ ഉമ്മടെ മയ്യത്ത് കട്ടിൽ ബേക്കട സന്ദർഭത്തിൽ എല്ലാവിധ സംസ്കാരത്തെയും നീ ആ മയ്യത്ത് കട്ടിൽ വേയിച്ചില്ലേ? മയ്യത്ത് നിസ്കാര കഴിഞ്ഞിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണിരുടെ സന്ദർഭത്തിൽ ആ ഉമ്മടെ നെഞ്ഞിക്ക് മണ്ണെറിഞ്ഞതല്ല ബദലക ഉമ്മടെ നിസ്കാരത്തിക്ക് നീ മണ്ണെറിഞ്ഞ്, ഉമ്മടെ ദിക്ർ തസ്ബീഹ് ഖുർആൻ ഒത്തുക്ക് നീ മണ്ണെറിഞ്ഞ്, ഉമ്മടെ സംസ്കൃതിക്ക് നീ മണ്ണെറിഞ്ഞ്, ഉമ്മ പോവലൂടെ ഉമ്മൗത്തിലിക്കുമ്പത്തേക്ക് ബെൽഖിരിന്തള, ഉമ്മൗത്തിലിക്കുമ്പത്തേക്ക് റഹ്മത്തിലെ മലായികത്തങ്ങ ഇളിഞ്ഞോണ്ടിന്നറ. ഉമ്മ മരിച്ചിട്ട് 6 അടി മണ്ണിക്ക് യാത്രയായപ്പോ ആ ഒത്തുക പിന്നാറും കുടുംബത്തങ്ങ വണ്ടില്ല, സംബന്ധത്തങ്ങ വണ്ടില്ല, സംബന്ധങ്ങ പറകു മനസ്സില്ല. എന്തോ ഒരു മുഷിപ്പിന്നത് പോലെ ഔത്തുക പോയി പളക്ക പറയുക അവിടെ ആളില്ല, സ്വീകരിക്കുക ആളില്ലാത്ത പോലത്തെ പരിസ്ഥിതി. ഉമ്മ ഇല്ലാത്ത ഇതെല്ലാം അനുഭവമായിട്ട് നടപ്പാക്കിക്കൊണ്ടുള്ളത്. ഉമ്മ മരിച്ചാൽ പിന്നെ ഖുർആനുടെ ശബ്ദ ഔത്തുലു കേക്കില്ലടേ. ഉമ്മ മരിച്ചാൽ പിന്നെ ദിക്ർ തസ്ബീഹുടെ ശബ്ദ ഔത്തുലു കേക്കില്ലടേ. ഉമ്മ മരിച്ചാൽ പിന്നെ ജാവുക 12 ഗಂಟೆ 1 ಗಂಟೆത്തോളം ബെൽഖിരി ഔത്തുലു പൊളിയിടത് കണ്ടില്ല. ഉമ്മ മരിച്ചാൽ പിന്നറ സുബഹി ബാങ്കാമ്പത്ത് കണ്ടിത ഓപ്പണാക്കി വെച്ചിട്ടിക്കില്ല. സുബഹിയുടെ ബാങ്ക് അങ്ങനെ കേക്കിട സന്ദർഭത്തിൽ നിന്റെ ഔത്തുലൊരു ബെൽഖിരി കത്തുന്നത് കണ്ടില്ല. 7 ಗಂಟೆ അല്ലാണ്ട് ഔത്തുലു എണിക്കിട ക്രമയില്ല റബ്ബ്. മുസിപ്പും സകലமான മുസീബത്തും ഔത്തുല് പറകു തുടങ്ങിയത്. മാരക രോഗ പ്രതി ഒരു മനുഷ്യർ ഔത്രിയും ഡൂറ് തട്ടകു തുടങ്ങിയത്. എല്ലാ ബലാത്തും ഔത്തുല് തുടങ്ങിയത്. ചെല്ലുമ്പത്ത് ഉസ്താദേ ബാണ്യത്തിൽ ബർക്കത്തില്ല, ഉസ്താദേ ജീവനത്തിൽ ನೆಮ್ಮದಿയില്ല, ഉസ്താദേ ഒരു സമാധാന ഇല്ല, ഔത്തുല് സമസ്യ തീരുകില്ല, രോഗ സുമറാവില്ല, മറന്നു കൊമ്പന്നെങ്കിൽ സീക്ക് തപ്പില്ല. ഇങ്ങനെ 100,000 കാരണല്ലാണ്ട് ഔത്തുല് ദ്വാരക്കുക ആളില്ലടാ. മുന്നോള് നിന്റെ ഔത്തുക ഇബ്ലീസ് പണ്ട സന്ദർഭത്തിൽ ശൈത്താനും ജിന്നി പിശാച് പണ്ട സന്ദർഭത്തിൽ നിന്റെ ഉമ്മ കാവൽക്ക് നിപ്പാട്ടിരുന്ന മലായികത്ര കൈനിറങ്ങ അടിച്ചോട് പാട്ടിക്കൊണ്ടിന്നറ്. അല്ലാഹുവേ നിന്റെ ഉമ്മ ഔത്തിലിട്ട് മരിച്ചൽ പിന്നെ 6 അടി മണ്ണുക്ക് പണിട്ട് മയ്യത്ത് കട്ടിൽ ഉദ്ദാക്കിട്ട് ആളുമാറ് നടക്കുമ്പോത്തുകൂ നിന്റെ ഉമ്മ ലാട്ര യാത്ര പോണ്ട സന്ദർഭത്തിൽ മലായികത്തും ഉമ്മടെ ഒട്ടിക്ക് ഔത്ര വിത്തിൽ ഇളിഞ്ഞു പോയറുള്ള. പിന്നെ ഔത്തിൽ നിന്റെ ഔത്തിൽ വാട്സപ്പ് അല്ലേ, പിന്നെ ഫേസ്ബുക്ക് അല്ലേ, ഇൻസ്റ്റാഗ്രാം അല്ലേ,
മോളെ. പിന്നെ റീൽസിലെ പിറകുകളല്ലേ, ജാവും പോളും യൂട്യൂബല്ലേ, ഔത്തുള്ള നാളാളെന്നെങ്കിൽ നാളാളെ കയ്യിലും മൊബൈലല്ലേ. ഖുർആൻ പിടക കൈ നിന്റെ ഔത്തിൽ എത്ര ഉണ്ടുള്ള, രണ്ട് കൈ ഉദ്ദാക്കിട ദ്വാരക്കട കൈ എത്ര ഉണ്ട് നിന്റെ ഔത്തിലോ വന്ന ചെല്ലമാ. മഗ്രിബ് ബാങ്കട കാണുമെന്നുള്ള ദിക്ർ തസ്ബീഹ് ചൊല്ല നാവ് നിന്റെ ഔത്തിൽ എത്ര ഉണ്ട് ചെല്ലമാ. സ്വബീകണിച്ച ബൽബൽ കിരി കത്ത് പാട്ട് പിന്നെ സ്വിച്ച് ഇട്ട കൈ എത്ര ഉണ്ട് നിന്റെ ഔത്തിൽ ചെല്ലമാ. ഇല്ല മനുഷ്യ, പേരുക്ക് നങ്ങ ഒരു മുസ്ലിം, പേരുകൊരു മുസ്ലിം ഇടങ്ങളാക, പേരുകൊരു മുസ്ലിം കുടുംബ. അല്ലാഹുവേ, ഇസ്ലാമുക്കും മുസ്ലിമുക്കും സംബന്ധം ഇല്ലാത്ത രൂപത്തിലല്ലേ നിന്റെ ഉത്തരുന്ന പരിസ്ഥിതി. പടച്ചവന് ഇതെല്ലാം ചേഞ്ചസ് ആയിട്ട് തീരോ. പണ്ടത്തെ നിന്റെ ഉമ്മടെ ഇസ്ലാം, നിന്റെ ബാപ്പടെ ഇസ്ലാം, അത് നിന്റെ ഉത്തലുണ്ടാവണുല മോനെ. നിന്റെ മക്ക സാലിഹ്യങ്ങളാവണോ, നിന്റെ മക്ക നീ മരിച്ചൽ പിന്നെ നീ കതുമാരക്കട മക്കാവണോ. മക്കളെ അവസ്ഥ ചെന്നിട്ട് പറയില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഉമ്മ ചെന്നെങ്കിൽ കുണ്ടുമാച്ചില് പോലെ, ബാപ്പ ചെന്നെങ്കിൽ കുണ്ടുമാച്ചില് പോലെ, തളഞ്ഞിട്ട് ഇട്ടിട തളഞ്ഞ ചെറു പോലെ ആയിട്ട് കിടയുണ്ട് ബാപ്പയുടെ അവസ്ഥ. ഔത്തുള് ബാപ്പയുടെ നിലയും വിലയും അത്രമേ ഉള്ളു. എന്തുകൊണ്ടെങ്ങനല്ലായത്തെ ഒന്ന് ഉത്തര ചെല്ലമാ മനുഷ്യ. പടച്ചവൻ ഉണ്ട് കാണില്ല യുവസമുദായത്തെ അവസ്ഥ. ഉമ്മക്ക് മോളെ കാണുമ്പോഴത്തേക്ക് പേടിയാവിടൂ, ബാപ്പക്ക് മോണ്ടെ കാണുമ്പോഴത്തേക്ക് പേടിയാവിടൂ. മക്ക ഔത്തുക്ക് ബന്നറിട്ട് കാണുമ്പോൾ പേടിയാവിട് ബെറക്കുക തുടങ്ങട്. എന്തേ മക്കൊക്കെ അരസപണ്ട്, മോള് അരസപണ്ട്. അസറാവുടെ സന്ദർഭത്തിൽ ഉമ്മ ഓടിയോണ്ടുണ്ട്, ഔത്ര ഉൾഗത്തിലും പിത്തുള്ളും ഓടിയോണ്ടുണ്ട്. അങ്ങനെ എല്ലാ കൽകിട്ടിന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വേയിച്ചോണ്ടുണ്ട്. അങ്ങനെ അതേപോലെ കുളിക്കട വ്യവസ്ഥയും എല്ലാ വ്യവസ്ഥ എല്ലാം റെഡിയാക്കി വേയിച്ചോണ്ടുണ്ട്. എവിടെ കടേ പോണ്ടി നീണ്, എന്തിടെ നീ ഗടിപിടിയാക്കിടനേണ്. ആ ഉമ്മ ഔത്തുല് ചിലയുടെ മോള് കോളേജ് വിട്ട് പറകു സമയായത്, മോള് കോളേജ് വിട്ടിട്ട് പറകു ടൈമായത്, അവള് ഡ്രസ്സ് കൽകി വേയിച്ചത് ഉണക്കി വേയിച്ചത് അതെല്ലാം റെഡിയാക്കി വേയിച്ചില്ലെങ്കിൽ അവൾക്ക് അറുസബണ്ട്, തിണ്ണുകാക്കി വേയിച്ചില്ലെങ്കിൽ അറുസബണ്ട് മോളുകോ. അതേപോലെ കൊട കുളിക്കട വ്യവസ്ഥയും കുടിക്കട വ്യവസ്ഥയും ആക്കി വേയിച്ചില്ലെങ്കിൽ അവൾക്ക് അറുസബണ്ട് മോളുകോ. വേഗം നിന്റെ മോളുക അറുസബണ്ടര്, മൂക്കട കൊടിയിൽ നിന്റെ മോള് അറുസ ഉള്ളര്. 18 10 20 വർഷ വയസ്സായ മോളുക ഉമ്മ പേടിയാവിട്. ഉമ്മ അത് നിന്റെ മോളല്ല, നിക്ക് നിന്റെ മേല് അറുസബണ്ട ഒരു പെണ്ണ് നിന്റെ ഊത്തിലെന്നെങ്കിൽ അത് നിന്റെ മോളല്ല. ആ മോള് നിന്റെ ഊത്തിലിക്കട കാലത്തോള നിന്റെ ഊത്തില് മുസീബത്ത് തീരില്ല. ഉമ്മ ചെന്നെങ്കിൽ അറിയേണ്ടി തിരിയണ. പടച്ചവനെ, നിന്റെ സ്വർഗളാ ഉമ്മ ചെല്ലത്. ഉമ്മടെ അരസ പണ്ടത് സ്വർഗത്തിൽ അരസ പണ്ടത് പോലെ, ഉമ്മടെ പറയിടത് സ്വർഗത്തെ പറയിടത് പോലെ, ഉമ്മടെ ദൂഷണാക്കടത് സ്വർഗത്തെ ദൂഷണാക്കടത് പോലെ, ഉമ്മ ചെന്നത് പോലെ ഇൻകാറാക്കടത് സ്വർഗത്തെ ഇൻകാറാക്കടത് പോലെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് 3 ബസ്ത് നോക്കുന്നത് ഇബാദത്ത്. ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ വെറുതെ തെച്ചിട്ട് ഓതുക തെരിയാത്തവണോ, ദർസുക പോവാത്തവണോ, വെള്ളിയാസരണ്ട് പള്ളിക്ക് പോയിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതുക പണ്ടില്ലെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയെങ്കും പടച്ചറബതക്ക് കൂലി തണ്ട. പരിശുദ്ധ ഖുർആൻ കണ്ണ് കൊണ്ട് നോക്കുന്നത് ഇബാദത്തിലാ. അതേപോലെ കഅബാലയുണ്ടല്ലോ, ഹജ്ജുക ഉംറത്തുക എന്തികെങ്കും ഹറമു ശരീഫിക്ക് പോയപ്പോ ആ പരിശുദ്ധമാകപ്പെട്ട കഅബാലത്തെ വെറുതെ കുന്തിച്ചിട്ട് നോക്കിയോണ്ടിക്കുന്നത് ഇബാദത്തിലാ. മൂന്നാമത്തേതാ ഖുർആൻ നോക്കിയത് പോലെ, കഅബാലത്തെ നോക്കിയത് പോലെ നിക്ക് ജന്മ തന്ന നിന്റെ ഉമ്മടെയും നിന്റെ ബാപ്പടെയും മുഖം നോക്കുന്നത് ഇബാദത്ത് മോനെ. നിന്റെ ഉമ്മടെയും ബാപ്പടെയും മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എത്രമോ പ്രതിഫല തണ്ടതില്ല മോനെ. മൊബൈൽ ബന്നിൽ പിന്നെ ഉമ്മടെ പരിചയ കൊറുടിയായത്, മൊബൈൽ ബന്നിൽ പിന്നെ ബാപ്പടെ പരിചയ കൊറുടിയായത്. ഉമ്മടെ മുഖം കണ്ടക ആവില്ല. മോണ് വേറെ കെട്ടി തെച്ചിറ, ലീസുക്കും പാടിക്കും പോയിട്ട് തെച്ചിറ. പെരുന്നാളുകും സമയത്ത് ബാപ്പട നോക്കുക വന്നിട്ടില്ല, പെരുന്നാളുക സമയത്ത് ഉമ്മട നോക്കുക വന്നിട്ടില്ല. ഉമ്മടിൽ അവണുക അറുസ പടച്ചവന്, ഉമ്മടിൽ അറുസാക്കിടതും സ്വർഗത്തിൽ അറുസാക്കിടതും ഒരുപോലെ. നിന്റെ നിസ്കാരം നോമ്പിളുണ്ടുകൊണ്ട് പേരിച്ച്, നിന്റെ നിസ്കാര ഹജറുള്ള സ്വത് മുത്യൻ്റെ നിന്റെ സ്വർഗ നിസ്കാരത്തിലുണ്ടുകൊണ്ട് പേരിച്ച്, നിന്റെ സ്വർഗം നോമ്പിളുണ്ടുകൊണ്ട് പേരിച്ച്, നിന്റെ സ്വർഗ ഹജറുള്ള സ്വത് മുത്യട് കൊണ്ടിട്ട് കിട്ടുകൊണ്ട് പേരിച്ച്. ഇല്ലടാ, നിസ്കാരத்துக்கு சொர்க்கம் இல்ல, നോമ്പുക്ക് സ്വർഗ്ഗം ഇല്ല, ഹജ്ജിക്ക് സ്വർഗ്ഗം ഇല്ല, സകാത്തുക്ക് സ്വർഗ്ഗം ഇല്ല. സ്വർഗ്ഗം നിന്റെ ഉമ്മടെ കാലയുടെ അടിയിൽ മാത്രം ഉള്ളത്. ഉമ്മടെ കാരുണ്യ ഇല്ലേ, ഉമ്മടെ പിറുസ ഇല്ലേ, ഉമ്മടെ പൊരുത്ത ഇല്ലേ, സ്വർഗ്ഗനിക്ക് നിഷിദ്ധമാണ്.
അത് സ്വർഗ ചെല്ലത് നിസ്കാരവും നോമ്പും ഹജ്ജുമെല്ലാം ആക്കിയ ആളുമാർ സ്വർഗത്തുക്ക് പോയാൽ പിന്നെ ബെനിഫിറ്റ് കിട്ടു അല്ലാണ്ട് സ്വർഗത്തുക്ക് പോകാവില്ല. സ്വർഗത്തുക്ക് പോണ്ടത് അള്ളാഹുടെ കാരുണ്യ കൊണ്ടിട്ട് മാത്ര. അള്ളാഹുടെ കാരുണ്യ വേണ. ഉമ്മ ബാപ്പയുടെ കരുണ ഇല്ലാണ്ട് റബ്ബുടെ കരുണ ഇല്ലടാ. ഉമ്മ ബാപ്പയുടെ പൊരുത്ത ഇല്ലാണ്ട് അള്ളാഹുടെ പൊരുത്ത ഇല്ല മോനെ. ഇതെല്ലാം നീ ചിന്തനാക്കിരേ. നിന്റെ ഊത്തിലുള്ള നിന്റെ ഉമ്മണ്ടല്ലേ, എങ്ങനെ വേണമെങ്കും മിക്കട്ടെ, എന്ത് വേണമെങ്കും ആക്കട്ടെ, ആ ഉമ്മയുടെ കാലടരിലുള്ള സ്വർഗത്തെ നീ എടുക്കാണ്ട് നിക്കെന്തും ഡയറക്റ്റ് സ്വർഗത്തേക്ക് പോകാവുല്ലടി പെണ്ണേ. 2 വർഷത്തോളം മുലപ്പാള് തന്നിട്ട് ഒലിമ്പ് തിങ്കളത്തോളം പേത്ര ഉൽഗത്തിൽ ഉദ്ദാക്കി നടന്നേ നിന്റെ ഉമ്മ. നിന്റെ എല്ലാ പഠിപ്പും നിക്ക് പഠിപ്പാട്ടി തന്നത് എല്ലാത്തുക്കും കാരണമായിട്ട് നിന്റെ ഉമ്മ. അല്ലാഹുവേ, ആ ഉമ്മയുടെ പിരസഭയ്ക്കിടത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാളെയും പിരസഭയ്ക്കാവില്ലടാ. ചെറിയ ബിസിയല്ല ഉമ്മ ചെല്ലത്, ദീർഘ ഇന്ത് ചൊല്ലുക വേണായിട്ട്. അതേപോലെ ബാപ്പാ ചെമ്മ ആളുമാർക്ക് ബാപ്പടൽ ഇഷ്ടയിക്കില്ല. ബാപ്പട ദൂരത്താ കിടങ്ങ ഉള്ളറ് മക്കൾക്കും അതേപോലെ ബാപ്പടൽ അറുസവണ്ട ബാപ്പടെ വിട്ടു പോയങ്ങ ഉള്ളറ് ബാപ്പടെ മേളിൽ കേസ് കൊടുത്തങ്ങ ഉള്ളറ്. സൗദി അറേബ്യത്തിൽ ഇപ്പുറത്ത് 2-3 വർഷത്തേക്ക് മുന്നിൽ അൽ വത്തൻ ചെല്ലൊരു ഒരു പേപ്പറിൽ വന്നൊരു ചരിത്ര ചെല്ലട്ടാ. പടച്ചവനെ, ഇളവണും മൂത്തവണും അതേപോലെ സുപ്രീം കോടതിയിലെ കേസ് അപ്പീലാക്കിയ ഇളവണും മൂത്തോണുക്ക് വിരുദ്ധ റിയാദ് ഹൈക്കോർട്ടില് സൗദി അറേബ്യത്തെ സുപ്രീം കോർട്ടില് റിയാദ് സുപ്രീം കോർട്ടില് കേസിട്ട ഇളവണും മൂത്തോണുക്ക് വിരുദ്ധ കേസ് കൊടുക്കണത്. 80 വർഷ വയസ്സായ ഇളവണോ 85 വർഷ വയസ്സായ മൂത്തവണുക്ക് വിരുദ്ധ കേസ് കൊടുക്കണത്. കേസ് എന്ത് തെരിയണ? മൂത്തവന്റെ ഔത്തില് 105 വർഷ വയസ്സായ ബാപ്പ മൂത്തവന്റെ ഔത്തിലുണ്ടോ? 105 വർഷ വയസ്സായ കിളവ ബഗ്ഗിട്ട് നടക്കണ ആരോഗ്യം ഇല്ലാത്ത ബാപ്പ മൂത്തവന്റെ ഔത്തിലുണ്ടോ? മൂത്തവണായിട്ട് 85 വർഷ വയസ്സായ മൂത്തവണായിട്ട് 105 വർഷ വയസ്സായ ബാപ്പടെ നോക്കിക്കൊണ്ടുള്ളത്. അങ്ങനെ ഇളവണ് കേസ് കൊടുത്തത് എങ്ങനെ ചെന്നെങ്കിൽ നിന്റെ ബാപ്പടെ നോക്കുട ഹക്കും നക്കും ഉള്ളതല്ലേ, നിന്റെ മൂത്തോണ് മാത്രം നോക്കിയോണ്ടുള്ള. അതുകൊണ്ട് ബാപ്പടെ നക്കും വിട്ടു തരണോ ചെന്നിട്ടായിട്ടിക്കട്. ബാപ്പടെ സ്വത്തുകല്ലടാ, ബാപ്പടെ ഔത്തുക്കും ജാഗിക്കും അധികാരത്തിക്കും ആസ്തിക്കും അന്തസ്തിക്കും അല്ലടാ. ബദൽക്ക് ബാപ്പടെ കാളൊന്നു കൽകുക വേണായിട്ട്, ബാപ്പടെ ഭയത്തുകൊന്നു കഞ്ഞിടെ തണ്ണി വീത്തുക വേണായിട്ട്. ആ ഇളവണു കേസ് കൊടുത്തപ്പോ സുപ്രീം കോടതി വിധി കൊടുത്തോ മൂത്തവന്റെ പോലെ ഇളവണുകും ബാപ്പട നോക്കട ഹക്കുണ്ട്. അതുകൊണ്ട് ഒരു തിങ്കള് മൂത്തവണ് നോക്കട്ടെ, പിന്നൊരു തിങ്കള് ഇളവണ് നോക്കട്ടെ, നെക്സ്റ്റ് തിങ്കള് മൂത്തവണ് നോക്കട്ടെ, പിന്നെ തിങ്കള് ഇളവണ് നോക്കട്ടെ. അങ്ങനെ കോർട്ടിൽ എലിഞ്ഞു പോണ്ട സന്ദർഭത്തിൽ ജഡ്ജി ചെന്ന ഇത്ര നാള് മൂത്തവന്റെ ഔത്തിലല്ല ബാപ്പ ഇന്നര് ഇന്നൊരു തിങ്കള് ഇളവണുക്ക് വിട്ടുകൊടുക്കൊണ്ട് ചെന്നപ്പോ സന്തോളത്തിൽ ബാപ്പടയും കൈപിടിച്ചോണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ശരീഫ് അർഷദി ഉസ്താദ് ബാപ്പടെ കൈപിടിച്ചോണ്ട് സ്റ്റേജിക്ക് പത്ര സന്ദർഭത്ത് അതൊന്നും നനപ്പ് വന്നു പോയി. തനക്ക് ബാപ്പടെ കൈ പിടിക്കണത് വലിയൊരു ഭാഗ്യളാ, ബാപ്പടെ കൈ പിടിക്കണത് വലിയൊരു ഭാഗ്യളാ. ആ ബാപ്പടെ കൈ പിടിച്ചോണ്ട് ഇളവണു കോർട്ട് ഇളിഞ്ഞ് പണ്ട സന്ദർഭത്തില് മൂത്തോണു മോന്റെ കൈ ഇളവന്റെ കൈ പിടിച്ചളുടെ മോനെ നിന്റെ നിനക്ക് സൈക്കൊക്കെ തീരാത്ത ബേജാറുണ്ട് മോനെ. എന്തുക കാക്കാ ഇളവണ മൂത്തോണ്ടിൽ കേക്കട എന്തുക നിന്റെ ബേജാറുണ്ട് കേട്ടപ്പോ നിന്റെ സ്വർഗത്തെ കേസ് കൊടുത്തിട്ട് ബലിച്ചോണ്ട് കൊമ്പോയല്ലേ, നിന്റെ സ്വർഗത്തെ ബലിച്ചെടുത്തിട്ട് കൊമ്പോയല്ല നീണ് നിന്റെ ബാപ്പ നിന്റെ സ്വർഗായിട്ട് നീ കൊമ്പോയോണ്ടുള്ളല്ലേ. ചെന്നിട്ട് മൂത്തവണ് ഇളവന്റെ കൈ പിടിച്ചിട്ട് ബുൾപൊട്ടർ ചെന്നെങ്കിൽ ബാപ്പടലിനെ പിരിസ ചെന്നെങ്കിൽ ചെറിയതെന്തുമല്ല. ബാപ്പ ചെന്നത് നിണൽ കൊടുക്കട ആളത മറള ബാപ്പ ചെന്നെങ്കിൽ അങ്ങനെ ബാപ്പ ചിലപ്പോ ഉമ്മയും നിന്റെ ഔത്തില് ഉമ്മയും മക്കയും എന്തെങ്കിലും വിഷയത്തിൽ ബേജാറാക്കുമ്പോത്തക്കോ ബാപ്പ ധൈര്യങ്ങളുടെ ബേജാറാവണ്ട, ബാപ്പ പേജലുടെ പേടിക്കണ്ട. മോള് ഗുഷാറില്ലാണ്ടായപ്പോ ഉമ്മ ബൂന്ന് ബുൾപുട സന്ദർഭത്തില് ബാപ്പടെ കണ്ണട തണ്ണി വണ്ടില്ല. ബാപ്പ ധൈര്യചെല്ല എന്തും പേടിക്കണ്ട, എന്തും ആവില്ല ചെള്ള ധൈര്യ ചെല്ലട്. അങ്ങനെ ബാപ്പ അങ്ങനെ ചെല്ലുമ്പോ ഒരു ഇൻസൾട്ട് ആക്കിയത് പോലെ, ഒരു ചെറിയ ബിസിയാക്കിയത് പോലെ, ഔത്തുലി എത്ര വലിയ ബിസിയായെങ്കിലും ചെറിയ ബിസിയാക്കിയത് പോലെ ബാപ്പാക്കുമ്പോ മക്കൾക്ക് അറുസ പുറകു തുടങ്ങട്. ബാപ്പതാ
നിന്റെ ഊത്തിൽ നിങ്ങൾ എല്ലാവരും ബുൾപുടരെ കാണാ യാറപ്പുറത്ത് ഏതും കുറച്ചാങ്കിൽ വഞ്ചിതച്ചിട്ട് ബുൾപുടയാള് ആ ബേജാറും ദുഃഖത്തെയും എവിടെങ്ങും പോയിട്ട് വഞ്ചിതച്ചിട്ടാ പള്ളിയുടെ ഒരു മൂലള ഔത്തൊരു പിത്തുള്ള ഡോറ് ബന്ധാക്കിട്ട കക്കൂസിൽ തെച്ചിട്ടാ ബാപ്പ ബുൾപുടറോ എന്ത് കേട്ടെങ്കിൽ ഉമ്മ ബുൾപുട്ടത് പോലെ മക്ക ബുൾപുട്ടത് പോലെ ബാപ്പയും ഒട്ടികയും ബുൾപുട്ടെങ്ങ ആറുള്ളറള പിന്നെ സമാധാന ചൊല്ലക ബാപ്പ ചെന്നെങ്ക ഹെമ്മറ ഇന്നത് പോലെ ഒരു ആളത മറയുന്നത് പോലെ നിഴൽ കൊടുക്കണ നിറളും ഇന്നത് പോലെ നിന്റെ ഉമ്മയുടെ ശരീരത്തിൽ മുലപ്പാലുണ്ടായത് ബാപ്പയുടെ ബേർപ്പിട കണ്ണ് ബേർപ്പിട തണ്ണീള അയാള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഫലമായിട്ട് ആ ഉമ്മ തിണ്ടിട്ടായിട്ട് മുലപ്പാലുണ്ടായത് നിന്റെ ശരീരത്തിൽ നടക്കുന്ന ഓരോരോ തുള്ളി ചോര ഉണ്ടല്ലേ അത് ബാപ്പയുടെ പേർപ്പിട തണ്ണിളാമോണേ ബാപ്പ നിക്ക് വേണായിട്ട് ബാപ്പ ജീവിക്കുക മറന്നിട്ട് ബാപ്പ ചെലവാക്കില്ല ബാപ്പ കാശ് പടക്കാക്കില്ല നീന് നിന്റെ പെഞ്ഞി മക്കളെ ടൂർ കൊമ്പോയത് പോലെ ബാപ്പ ടൂർക്ക് പോയിട്ടില്ല ബാപ്പ സന്തോളപ്പെട്ടിട്ടില്ല ഇന്നവിടെയുള്ള ഹോട്ടലിലും പോയിട്ട് ഏതെങ്കിലും ജാഗയിൽ പോയിട്ട് വേണാത്ര തിന്നുക പോയില്ല പാർട്ടിയാക്കിയിട്ടില്ല ബാപ്പല്ല ജാഗ്രത ആക്കി പോയിക്കട ജാഗ്രത ആക്കി വെച്ചിട്ട് ബാങ്ക് ബാലൻസ് ബാപ്പക്കില്ലളോ നിന്റെ നിക്കൊരു ലൈഫ് തറകു വേണായിട്ട് നിന്റെ ഊത്തിൽ നിന്ന് ഉമ്മക്കൊരു ലൈഫ് തറകു വേണായിട്ട് നിക്ക് വേണായിട്ട് നിന്റെ ബാപ്പ ജീവിച്ച് തീർക്കട് ഇതല്ല പരിസ്ഥിതി മനുഷ്യരെ ഇന്നുമുണ്ടോ ബാപ്പയുടെ 1000 ചരിത്ര ചൊല്ലുകൊണ്ടോ മനുഷ്യ ആ ബാപ്പയുടെ മുട്ടു നമ്പല തുടങ്ങിയത് നിക്ക് വേണായിട്ട് ബാപ്പക്ക് നടുനമ്പല തുടങ്ങിയത് നിക്ക് വേണായിട്ട് പണിയെടുത്തിട്ട് ആയിട്ടിക്കട് ബാപ്പയുടെ കാള് തളഞ്ഞത് നിന്റെ ബൽത്തൊക്കെ വേണായിട്ടുള്ള ഉമ്മമാരെ കാടിലിണ്ടത്തെ മങ്ങിലത്തെ കൊരി അവസ്ഥ സമയത്തെ സ്വഭാവ ഇന്നത് കൊണ്ട് ചെമ്മന്തും ചൊല്ലുക ആവില്ല വിവരണ ആക്കുക ആവില്ല കാണ്ടിലുണ്ട് ഞങ്ങളെ പെണ്ണുമക്കളെ അവസ്ഥ പടച്ചവനെ ഇസ്ലാമുള് ബംഗാറിടുകൊന്നും വലിയൊരു പുണ്യകർമ്മന്തുവല്ല മങ്ങിലായിട്ട് പോണ്ട പുതിയ പെണ്ണുള്ളളല്ലേ 40 പവണും 50 പവണും 60 പവണും ഇട്ടോണ്ട് പോണത് കഡ്ഡായെന്തുമല്ല അതുകൊണ്ട് യാരെന്തു കൂലി കിട്ടുകൊന്നും പോണ്ടില്ല യാറ ആഭരണം ഇട്ടെങ്കിൽ യാറ കൂലി യാറ ആഭരണം ഇട്ടെങ്കിൽ വേഗ സ്വർഗത്ത് വഴങ്ങത്തെന്തുമില്ല കൽത്തിൽ പെണ്ണിടെ കൽത്തിലാവട്ടോ പെണ്ണിടെ കാത്തിലാവട്ടോ കൈക്കാലിലാവട്ടോ ബംഗാറിടുന്നതും ബെല്ലിടുന്നതും റോൾഡ് കോട്ടിടുന്നതും ഡബ്ബിടുന്നതും ഇരുമ്പിടുന്നതും ഒരുപോലെ ആഭരണം അങ്ങനെ ഒന്ന് ചന്തത്ത് കണ്ട് മാത്രമല്ല വലിയൊരു പുണ്യകർമ്മന്തുമല്ല എങ്ക ഒരു മോളെ മങ്ങിലത്തേക്ക് വേണമായിട്ടുണ്ട് ബാപ്പവന്റെ കഷ്ടപ്പാട് ചെറിയതല്ല ഉണ്ട് ഞങ്ങളെ പെണ്ണുമക്കളെ അവസ്ഥ മൊയിലാഞ്ചും ഹൽദിയും മെഹന്തിയും ചെന്നിട്ട് ലാക്ക് കെട്ടല ചെലവാക്കുമ്പോ അതിരെ പിറകിൽ നിന്ന് ഓരോരോ ഉറുപ്പ കാശ് ആ ബാപ്പടെ കണ്ണിടെ തണ്ണിലാത് ആ ബാപ്പടെ പേർപ്പടെ തണ്ണിടിയും ഓണേ അത് നിന്റെ ഔത്തുൾ നീ നിന്റെ മങ്ങിൽ അങ്ങനെ ആവണു ബാപ്പാ നിന്റെ മാങ്ങില ഇന്ന ഹാളിലാവണു ബാപ്പാ ഇന്ന ജാഗയുടെ ജ്വല്ലറി കൊമ്പറണു ബാപ്പാ ഇന്ന ജാഗയുടെ ഡ്രസ്സ് കൊമ്പറണു ബാപ്പാ ഇതെല്ലാം നിക്ക് ചൊല്ലുക സൊലപടി പെണ്ണ് ലാക്ക് കെട്ടല കാടിട്ടും പേടിട്ടും പടച്ചവനെ ഉണ്ട് കാണ്ടില്ല നിങ്ങ ആത്രാടി പള്ളിയില് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് ചൊല്ലുകതാണ് റാപ്പറത്തിൽ ഒരു പാവത്തൊരു മനുഷ്യ ഉള്ളൊരു ബെങ്ങടവണുള്ള ഒരു ഫക്കീറായ മനുഷ്യ മോളെ മങ്ങിലത്തേക്ക് കലക്ഷനക്ക് വന്നത് അല്ലാഹുവേ ഈ കലക്ഷനാക്കിയ പൈസ എവിടേക്ക് പോണ്ടെന്ന് ആലോചനാക്കുവള മോളെ മെഹന്തിക്ക് ചെലവാക്കണത് താളത്തെയും മേളത്തെയും പേരിൽ ഹറാമിയത്തേക്ക് വേണമായിട്ട് ചെലവാക്കണത് പിറാന്ത് പാലക്കാറ് വന്ന് റൗത്ര പിത്തിൽ വന്നിട്ട് പിറാന്ത് നായി തുള്ളിയത് പോലെ തുള്ളുക വേണമായിട്ട് അങ്ക് മുള്ളുങ്ങൊക്കെ കൊടുക്കുക തിണ്ണൊക്കെ വേണം കൊടുക്കുക വേണമായിട്ട് ഈ മനുഷ്യ ബേങ്ങിയോണ്ടുണ്ടോ അല്ലാഹുവേ മാപ്പ ഒരു മങ്ങിലായ സന്ദർഭത്തില് മോളുക മങ്ങിലായ സന്ദർഭത്തില് ബാപ്പ ബേങ്ങിടവണാവിടാ ബാപ്പ കടത്തവണാവിടാ ബാപ്പ ബഡ്ഡികോട് കിടവണാവിടാ ബാപ്പ ബഡ്ഡികേട് കിടവണാവിടാ ബാപ്പ ആറാറ കടയിടത്തില് തപ്പാട്ടി നോക്കിടവണാവിടാ ഇങ്ങത്തല്ല ബാപ്പയുടെ കഷ്ടപ്പാട് മോളുക വേണ്ട എന്ത് അങ്ങനത്തെ ബിസിയല്ലേ ബാപ്പയുടെ കഷ്ടപ്പാട് മോളുക വേണ്ട ബാപ്പയുടെ കഷ്ടപ്പാട് മോണുക വേണ്ട അങ്ങ പേരിച്ചതെല്ലാം കിട്ടിയോണ്ട് വേണം ഇങ്ങനത്തെ പരിസ്ഥിതിയെല്ലാം ഉണ്ടുള്ളത് ദീർഘ ചൊല്ലുക പോണ്ടില്ല സഹോദരാ സഹോദരി ഞങ്ങ സുധാരിട്ടേ തീറോ നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ സ്വർഗ്ഗം അത് നഷ്ടപ്പെടുത്തുക നോക്കണ്ട നിന്റെ ഉമ്മയും ബാപ്പയും നിക്ക് വന്ന കഷ്ടപ്പാട് ചെറിയതെന്തുമല്ലല്ലേ നീനതേപോലെ ഉമ്മയുടെയും ബാപ്പയുടെയും മടിൽ വെച്ചിട്ട് മൂത്രഭിത്തിയപ്പോ എരടയ്ക്ക് ആക്കിയപ്പോ കാറിയപ്പോ തുപ്പിയപ്പോ നിന്റെ ഉമ്മ നിന്റെ അറുകി പിടിച്ച് മുത്തിറ് നിന്റെ ബാപ്പ നിന്റെ അറുകി പിടിച്ച് മുത്തിറ് എന്തെല്ലാം കൊസിപട്ര് എന്തെല്ലാം സന്തോളപ്പട്ര് വയസ്സായ ബാപ്പ നിക്കുള്ളണ
വയസ്സായ ഉമ്മ മൂത്ത് നിക്ക് ഹയാത്തുലുണ്ടാ, മോനെ മോളെ നീന് ഭാഗ്യവന്ത. ആ ഉമ്മയും ബാപ്പയും റൂഗത്തിലുള്ളറാ, അതിരക്കാണ് വലിയ ഭാഗ്യം അള്ളാഹു നിക്ക് തന്ന. ആ ഉമ്മ ബാപ്പ കിടത്തത്തിലായിട്ടുള്ളറാ, പിന്നെ ചെല്ലണ്ടലാ നിക്ക് പുണ്യത്തെ സൂര്യമണലാ നിക്ക് കിട്ടുക പോണ്ടര. ചെറിയ വയസ്സിൽ നിന്റെ ഉമ്മ നിക്ക് നിന്റെ ബായിക തെളിവീതിയതുപോലെ, നിന്റെ ബാപ്പ നിന്റെ ബായിക തെളിവീതിയതുപോലെ, കഞ്ഞി തിന്ന് പാട്ടിയതുപോലെ, പാള് കുടി പാട്ടിയതുപോലെ നിന്റെ ബാപ്പക്ക് കഞ്ഞി കുടി പാട്ടക്ക് കിട്ടൊരു ചാൻസിലാറ്, നിന്റെ ബാപ്പയുടെ ബായിക്ക് തെളിവീ തൊകിന്നൊരു ചാൻസിലാറ്, നിന്റെ ബാപ്പയുടെ ബായിക്ക് ചോറ് കൊടുക്കുന്നൊരു ചാൻസിലാറ്, നിന്റെ ബാപ്പയുടെ എറടക്കയും മുന്തക്കയും ആക്കിയപ്പത് കൽകട കിട്ടിയ ചാൻസിലാറ്, നിന്റെ ബാപ്പയുടെ ഡ്രസ്സ് കൽകമാട്ടക്കു കിട്ടിയ ചാൻസിലാറ്, നിന്റെ ബാപ്പയുടെ കുളിപ്പാട്ടക്കു കിട്ടിയ ചാൻസിലാ മോണേ. അത് ഉപയോഗാക്കു നോക്കുളാ. അകസ്മാത്ത് മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുടെ മയ്യത്ത് നോക്കപ്പോയ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുവർ. ആ മയ്യത്ത് നോക്കുക പോയപ്പോ മയ്യത്ത് പന്നിയുടെ മുഖായിട്ടുണ്ടോ, മയ്യത്ത് കറുത്തിട്ടുണ്ടോ, പന്നി ചത്ത പന്നി കിടന്നതുപോലെ കിടന്നിട്ടുണ്ടോ ഒരു മയ്യത്ത്. അങ്ങനെ ദീർഘ ചരിത്രയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാരക്കിടനാദാ, നന്റെ ഉമ്മത്ത് എന്ത് തപ്പാക്കിറണ്ട് കണ്ടെങ്കിൽ അതിര ശിക്ഷ ദുനിയാവള് കൊടുക്കണ്ട റബ്ബേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോത്ത് ദ്വാരന്നിട്ടില്ലെങ്കിൽ ഞങ്ങ ആക്കടെ കർമ്മ പല കൊണ്ടിട്ടുണ്ട്. ഞങ്ങളെ റായത്തപ്പലയുടെ പരിസരത്തിലൊക്കെ പന്നിയുടെയും നായുടെയും പൂച്ചയുടെയും കാക്കയുടെയും പക്ഷിയുടെയും കൊമ്പയിട്ട് ദഫനാക്കൊണിന്ത് ഈ ദുനിയാവുൾ ആക്കിയ കർമ്മ ഫലത്തെ മരിക്കലോട് കൂടെ കാണണിന്ത്. അള്ളാന്റെ റസൂലുടെ ദുആ കൊണ്ടത് ഇല്ലാണ്ടായി പോയത് ഞങ്ങളെ ഭാഗ്യാണ്ട് ചെല്ല. എങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നന്റെ ഉമ്മത്ത് എന്ത് തപ്പാക്കിറുണ്ട് കണ്ടെങ്കും അതിരെ ശിക്ഷയുടെ അള്ളാഹു ആഖിറത്തുക്ക് നീറ്റ് പോയിക്കട ദുനിയാവുള് ചിലപ്പോ കൊടുക്കല. ഒരു തപ്പുണ്ടല്ലേ, ആ തപ്പുക്ക് ശിക്ഷ ദുനിയാവുള് അനുഭവിക്കാട്ടണോ മരിക്കില്ല സ്വഹാബ. റസൂലുള്ള കേക്കട് നബിയേ, നിസ്കാരത്തെ ശിക്ഷമാ നബിയേ, നോമ്പ് പിടിക്കാത്ത ശിക്ഷമാ നബിയേ, ഹജ്ജിക്ക് പോവാത്ത ശിക്ഷമാ നബിയേ, അക്രമവും അന്യായവും ആക്കിയ ശിക്ഷമാ നബിയേ. അല്ല സ്വഹാബ, പിന്നെന്ത് ശിക്ഷ നബിയെ? അത്രയും വലിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് നിന്റെ ഉമ്മ ബാപ്പയുടെ മനസ്സുക നമ്പലാക്കിയെങ്ക, ആ ഉമ്മ ബാപ്പ നിന്റെ മേലെ ബേജാറായെങ്ക അതിരെ ശിക്ഷ ഈ ദുനിയാവുള് അനുഭവിക്കാണ്ട് നീ മരിക്കില്ല മോനെ. ആഖിറത്തിലെ ശിക്ഷ വേറെയും ഉണ്ടത് വേറെ. ഒരു ബിസേ പിന്നെയും നിനപ്പാക്കട്ട, നീ നിന്റെ ഉമ്മ ബാപ്പ വയസ്സായ ഉമ്മ ബാപ്പയുടെ കണ്ണിട തന്നിൽ പാട്ടിയെങ്ക, നിന്റെ ഉമ്മ ബാപ്പയുടെ മനസ്സുക നീ നമ്പലാക്കിയെങ്ക നീ മരിക്കിടക്കാണമൊന്നുള്ള നിന്റെ കണ്ണിട ചോര ഇളിയാണ്ട് നീ മരിക്കില്ലടാ. നിന്റെ ഉമ്മക്ക് നീ പിരിസ കൊടുത്തരെങ്ക നിന്റെ മക്ക നിക്ക് പിരിസ തരുവറ്. നിന്റെ ഉമ്മക്കും ബാപ്പക്കും നീ സ്നേഹവും ആദരവും ഗൗരവവും കൊടുത്തരെങ്ക നിന്റെ മക്ക നിക്കത് തരുവറ്. നീ നിന്റെ ഉമ്മയുടെ മനസ്സുക നമ്പലാക്കുമ്പൊത്തുകോ നിന്റെ ബാപ്പയുടെ മനസ്സുക നമ്പലാക്കട സന്ദർഭത്തില് നിന്റെ കയ്യിൽ എന്നെ കിടാവുണ്ടല്ലേ, അതിനെ നീ പിടിച്ച് മുത്തുമ്പത്തുകൂ, അറുകി പിടിക്കുമ്പത്തുകൂ, വായിക്ക് ചോക്ലേറ്റ് ഇടുമ്പത്തുകൂ, അതിനെ കളിപ്പാട്ട സന്ദർഭത്തില് അപ്പുറത്തിൽ ഉമ്മടയും പാപ്പടയും മനസ്സുക്ക് നമ്പലാക്കിയോണ്ടുള്ളേണ്ട കണ്ടെങ്കിൽ നീ അറുകി പിടിച്ചോണ്ടുള്ള, നീ മുത്തിയോണ്ടുള്ള, നിന്റെ മടിയിൽ കിടന്നോണ്ടുള്ള നിന്റെ കിടാവുണ്ടല്ലേ, നീ നിന്റെ ഉമ്മക്ക് കൊടുത്തത് നിക്ക് തറാണ്ട് ആ കിടാവ് നിന്റെ മരുക്കൊക്കെ വിടില്ല. നിന്റെ പാപ്പക്ക് കൊടുത്തത് നിക്ക് തറാണ്ട് നിന്റെ അല്ലാഹു മരിപ്പാട്ടില്ലടാ. നിന്റെ ഉമ്മക്കും പാപ്പക്കും സ്നേഹവും പിരിസവും കൊടുത്തിരെങ്കിൽ നിന്റെ മക്കത് നിക്ക് തറുവാറ്. അതല്ല ബദലക നിന്റെ ഉമ്മടയും മനസ്സുക്ക് നമ്പലാക്കിട്ടിന്നെങ്കിൽ നിന്റെ മക്ക നിക്ക് തരിച്ച് തറാണ്ട് നീ മരിക്കില്ലടാ. വലിയ വിസയറ ഒന്നു നനപ്പിക്കട്ട്. ടയർ തിരിഞ്ഞതുപോലെ മനുഷ്യരുടെ ലൈഫ് ചെന്നെങ്കിൽ ഒരു ചക്രം നോക്കിയാലോ, ഒരു ടയർ നോക്കിയാലോ, കാറുടേതാവട്ടോ, ബൈക്കുടേതാവട്ടോ, സൈക്കിളുടേതാവട്ടോ, എവിടെ തിരിയൊക്കെ തുടങ്ങിയതാ അവിടേക്ക് പോയിട്ട് എത്ര, പിന്നെയും തിരിഞ്ഞിട്ട് അവിടേക്ക് പോയിട്ട് എത്ര. നിന്റെ ബാപ്പക്കും ബാപ്പയും തല, അയാളെ ബാപ്പക്കും ബാപ്പയും തല. നിന്റെ ബാപ്പക്ക് ബാപ്പയുന്നത് പോലെ ഉണ്ട് നീ ബാപ്പായിര. നാളെ നിന്റെ മക്കവും ബാപ്പ ആവിടർ, പിന്നെ അതിരെ മക്കവും ബാപ്പവും ഉമ്മവും ആവൊക്കെ പോണ്ടർ. അങ്ങനെ ഇതിങ്ങനെ ജീവന തിരിഞ്ഞോണ്ടിക്കട്. ഒന്ന് നനപ്പിക്കട്ടെ, നിന്റെ കാണം ഒന്നൊൾക്കൊരാളും മാറി പോയിടർ. നീ പേരി കണ്ണ നിന്റെ ബാപ്പ നിന്റെ വിട്ടുപോയിട് ചെന്നിട്ട്, നിന്റെ ഉമ്മ നിന്റെ വിട്ടുപോയിട് മരിച്ചിറ് ചെന്നിട്ട്. നിന്റെ ഉമ്മ മരിച്ചിറ് ഉറത്തു നിന്റെ വിട്ടുപോയിട്ടില്ല. നിന്റെ ബാപ്പ മരിച്ചു പോയി ഉറത്തു അങ്ങ് നിന്റെ വിട്ടുപോയിട്ടില്ല. നിന്റെ ഔത്രങ്ങവും നിന്റെ കുടുംബത്തെങ്ങവും അങ്ങ് മരിച്ചിടറ് ഉറത്തു വിട്ടുപോയിട്ടില്ല.
ബദലക അങ്ങ് നിന്റെ കാണ മുന്നൊള പോയിടറ് അത്രമേ ഉള്ള നിന്റെ കാണ മുന്നൊളങ്ങ പോയിടറ് പിറകിൽ നീണുമുള്ള അതേ വാഹനത്തിൽ നീണും 10 കൊണ്ടുള്ള അതേ വാഹനത്തിൽ നീണും 10 കൊണ്ടുള്ള ബസ്ക്ക് കൈ കാട്ടിയത് പോലെ ഞങ്ങളെ ലൈഫ് ചെല്ലറ് കൊറിയാളുമാർ ഞങ്ങളെ കാണാൻ മുന്നുള്ള ബസ് സ്റ്റാൻഡിക്ക് വന്നിട്ടിന്നറ് അങ്ങ് കുറെ നേരം കാത്തറ് ഒരു ബസ് വന്ന് മുന്നലത്തെ ബസ്സിൽ പോയറ് പിന്നെ നീണ പോയാൽ പിന്നെ അതേ ബസ് ഇന്നൊരു ട്രിപ്പ് അടിച്ചിട്ട് ആ ബസ്സിൽ നീണും പത്തിയ പിന്നെ കുറെ നാളെ കഴിഞ്ഞാൽ പിന്നെ നിന്റെ മോണും ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തായ അതേ ബസ് സ്റ്റാൻഡിൽ തിരിച്ച് കൈ കാട്ടിയ നീണ് ഇന്നൊരു ട്രിപ്പിൾ അതേ ബസ്സൊക്കെ നിന്റെ മോണും പത്തിയ അതേ മയ്യത്ത് കട്ടില് നിന്റെ അജ്ജടക്കും പോയ മയ്യത്ത് കട്ടില് നിന്റെ അജ്ജട മയ്യത്ത് നിസ്കരിച്ച ജാഗയ നിന്റെ മയ്യ അതേപോലെ ആ മയ്യത്ത് കട്ടില് കൊമ്പോയിട്ട് എത്തുപാട്ടെ ഖബറസ്ഥാൻ നിന്റെ ബാപ്പടക്കും പോയ മയ്യത്ത് കട്ടില് ബാപ്പയുടെ മേലും മയ്യത്ത് നിസ്കരിച്ച ജാഗ ബാപ്പ കിടന്നോണ്ടുള്ള ജാഗ അതേപോലെ ഇത് നിന്റെ ഉത്തര പോയത് ഉണ്ട് കണ്ടെങ്കിൽ നാളെ നീണും നിന്റെ ഔത്ര ഇലിഞ്ഞ് പോവുകൊണ്ടുള്ള ആ മയ്യത്ത് കട്ടില് നിന്റെ ഔത്തുക അതേ മയ്യത്ത് കട്ടില് പണ്ട് അതേ പള്ളിക്ക് പോണ്ടോ അതേ ഖബറസ്ഥാനത്തുക പിന്നെ വന്നെങ്കും പിറകൾ ഓറന്നങ്ങനെ ബസ്സൊക്കെ കൈ കാട്ടിട പോയത് പോലെ ഓറൊന്ന് പോകുക തുടങ്ങട അതുകൊണ്ട് ചിന്തനാക്കുറു മുസ്ലിമേ ജീവന ചെല്ലത് കുറിയ നാളുള്ളത് നാളത്തെ സ്വഭ ആരത് ഉണ്ട് തിരിയൊക്കെ സാധ്യമില്ല കണ്ടല്ലേ കയ്യിൽ നിന്ന് വാട്സപ്പുകള് മരണത്തെ ചരിത്രമേ ആരമേ ഉള്ളത് ചെറിയ ബാലക്കാര് ഭൂന്ന് മരിച്ചോണ്ടുള്ളത് വാഹനത്തിൽ ഡ്രൈവിംഗ് ആക്കട സന്ദർഭത്തിലായിട്ട് കിട മരണപണ്ടത് തിന്നട സന്ദർഭത്തിലായിട്ട് കിട മരണപണ്ടര് കിടക്കുക പറത്താമ്പത്തുക മരണപണ്ടര് പളക പറയുമ്പത്തുക ഭൂന്ന് മരിച്ചോണ്ടുള്ളത് നിസ്കരിക്കുമ്പത്തുക ഭൂണ് മരിച്ചോണ്ടുള്ളത് ലൈഫ് അത്രമേ ഉള്ളേ രോഗാരോഗ്യതക്ക് കണക്കല്ല ഇതെല്ലാം ചിന്തനാക്കിട നാളത്തെ സുബയാരത് ഉണ്ട് തരിയല ഞങ്ങൾ ഇന്ന് സുധാരകുരു റമദാന് കാക്കണ്ട ഇന്നൊന്ന് സുധാരക ഉംറത്തുക്കും ഹജ്ജുക്ക് പോകുണ്ട് ചെന്നിട്ട് കാക്കണ്ട ഈ നിമിഷ സുധാരകുള്ള സമയ ഇത് ഈ നിമിഷ സുധാരകുള്ള സമയ ഇത് മയ്യത്ത് കട്ടില് റെഡിയാക്കി മീസാന് കല്ല് റെഡിയാക്കി വെച്ചറ് ഖബർസ്ഥാനത്തെ വ്യവസ്ഥയാക്കി വെച്ചറ് ഉളു കൊടുക്കുക ജാക്കയുടെ വ്യവസ്ഥയാക്കി വെച്ചറ് കഫൻ തുണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിട് കൊട്ടുപിക്കാസെല്ലാം റെഡിയാക്കി വെച്ചിടറ് അതേപോലെ കബർ എല്ലുക ആളും റെഡി ഉള്ളറ് കുളിപ്പാട്ടക്കും ആള് റെഡി ഉള്ളറ് നിസ്കരിക്കും ആള് റെഡി ഉള്ളറ് നിസ്കരിക്കുക ജാക്കയുടെ വ്യവസ്ഥ എല്ലാം ആക്കി വെച്ചറ് എല്ലാ വ്യവസ്ഥയുമായിട്ട് ഞങ്ങളൊരു ശ്വാസം നിൽക്കുക മാത്രം ബാക്കിയുള്ളത് അത് എപ്പോട്ട് ചൊല്ലുക ആർക്കും സാധ്യമില്ല ഏത് നിമിഷത്തിലും ആവാ നീന് കൊമ്പന്ന ആഹാരം നീന് ബയത്തികിടകൊണ്ട് തിന്നുകൊണ്ട് ചെല്ല ഗ്യാരണ്ടി നിൽക്കില്ലള കൊമ്പന്ന ഡ്രസ്സ് സമയത്ത് തീരകൊണ്ട് ചെല്ല ഇടകൊണ്ട് ചെല്ല ഡ്രസ്സ് ധൈര നിൽക്കില്ലള ഇതെല്ലാം ചിന്തനാക്കിട മുസ്ലിമേ ഞങ്ങൾ അർത്ഥപൂർണമായിട്ടുള്ള മുസൽമാനാവാ ഉമ്മ ബാപ്പട പിരിസപിച്ചോണ്ട് മക്കളെ ചന്തത്തിൽ വളർത്തിയോണ്ട് പെഞ്ഞയുടെ പിരിസത്തിൽ നോക്കിയോണ്ട് മാപ്പിളുടെ നമ്പികസ്ഥ പെഞ്ഞയായിട്ട് നിരക്കരടങ്ങളെ ചന്തത്തിൽ നോക്കിയോണ്ട് ദുനിയാവിടെ ചെമ്മത്തെ ആസല്ല ബലിച്ചെറിഞ്ഞിട്ട് ഹറാമ്യത്തല്ല കൺട്രോൾ ആക്കിയിട്ട് നല്ലവണാവാ മരിക്കട സന്ദർഭത്തിൽ കണ്ടില്ല ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമാട് നിറപ്പാക്കിയത് പോലെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ കാളമ്പാടി ഉസ്താദിനെ പോലെ കോട്ടുമല ഉസ്താദിനെ പോലെ ശൈഖുന സൈനുലുലമാ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ സൈനുലുലമാ കോട്ട ഉസ്താദിനെ പോലെ ഷഹീദ് CM ഉസ്താദിനെ പോലെ ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബീൽ ഉസ്താദിനെ പോലെ ഖാസിം ഉസ്താദിനെ പോലെ ഇതുപോലത്തെ ഓരോ ആലിമീങ്ങളെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയുള്ളൂ എന്തോ ഒരു ജീവന റബ്ബേ മരിക്കുമ്പത്തേക്ക് വസിയത്തെല്ലാം ആക്കിയിട്ട് ചെല്ലടതല്ല ചെന്നിട്ട് റാഹത്തിൽ സന്തോളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെന്നിട്ട് ഞങ്ങളെ കാണാൻ മുന്നിൽ പോയ ഞങ്ങളെ ജവാബ്ദാരിയുള്ള ഞങ്ങളെ തലയിൽ കെട്ടിബീച്ചിട്ട് ഞങ്ങളെ മേളിൽ ഞങ്ങൾക്ക് അർപ്പണയാക്കിയിട്ട് അങ്ങ് പോയിടറ് ആ ദീനയുടെ ഇസ്ലാം ദീനയുടെ സംസ്കൃതി അത് പൊളിയാണ്ട് അതിനെ കൊണ്ടു നടക്കണ ഹക്ക് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമായിട്ട് ഞങ്ങളെ മക്കൾക്ക് നല്ല മെസ്സേജ് കൊടുക്കുക ഞങ്ങളെ മക്കൾക്ക് എങ്ങനെ ജീവനം നടത്തുള്ളൂ ചെന്നൊരു പഠിപ്പാട്ടി കൊടുക്കുക ഉമ്മയും ബാപ്പയും എങ്ങനെ അങ്ങനെ ആയിട്ട് കിടറ് മക്കളുടെ ചിന്തനങ്ങൾ എപ്പോഴും ഔത്തുണ്ടാവാ ഞങ്ങൾ ഔത്തുൽ ഇസ്ലാമിയുടെ പ്രതീതി ഉണ്ടാവട്ടെ മുസ്ലിമേ ഇസ്ലാമിയുടെ സംസ്കൃതി ഞങ്ങളെ ജീവനത്തിൽ ഉണ്ടാവട്ടെ മുസ്ലിമേ ഇതെല്ലാം ആലോചനാക്കിയിട്ട് നല്ല മനുഷ്യാവിട്ട് ആയിട്ട് മരിച്ചാൽ പിന്നെ 10 ആൾ ഞങ്ങളെ നനപ്പാക്കിടത് പോലെ ബഹുമാനപ്പെട്ട ശൈഖുന ആത്രാട് ഖാസി ആയിട്ട് VK അബൂബക്കർ ഹാജി ഉസ്താദിനെ പോലത്തെ ആളുമാരെ ചരിത്രത്തിൽ നോക്ക് പോയെങ്കിൽ തീരാത്തത്രണ്ടങ്ങളെ മഹത്വ ചൊല്ലുടെങ്കിൽ അങ്ങനെല്ലാം ഞങ്ങൾക്ക് ബെൽക്കിരി താക്കാട്ടി തന്നെങ്ങ ആ ബെൽക്കിരി പൊട്ടിപ്പൊളിഞ്ഞ് പോവാണ്ട് ജാഗ്രത ആക്കണം ഞങ്ങളെ ഹക്ക് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇസ്സത്തോടു കൂടെ ജീവിച്ചിട്ട് ഈമാനോട് കൂടെ മരിക്കട്ടെ. സാലിഹീങ്ങളിൽ ഞങ്ങളെ കുടുംബത്തെങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തപ്പ് വ്യത്യാസത്തെ പടച്ചറബ് പൊറുതു തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഉമ്മക്കും ബാപ്പക്കും പെഞ്ഞിമക്കും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരക രോഗത്തിൽ നിന്നിട്ട് അള്ളാഹു സലാമത്താക്കട്ടെ. ഈമാനോട് കൂടെയുള്ള നല്ല മരണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.